Thank you, friends, for joining. Thank you for watching. കർത്താവിന്റെ സഭയിലെ അപ്പോസ്തലന്മാരും അപ്പോസ്തോലിക പിന്തുടർച്ചയും എന്ന വിഷയമാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോസ്തല പ്രവർത്തനങ്ങളുടെ പുസ്തകം ഒന്നാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം മുതലേ വായിക്കുക. ആ കാലത്ത് ഏകദേശം 120 പേരുള്ള ഒരു സംഘം കൂടിയിരിക്കുമ്പോൾ പത്രോസ് സഹോദരന്മാരുടെ നടുവിൽ എഴുന്നേറ്റ് എന്ന് പറഞ്ഞത്, സഹോദരന്മാരായ പുരുഷന്മാരെ, യേശുവിനെ പിടിച്ചവർക്ക് വഴികാട്ടിയായി തീർന്ന യൂദായെ കുറിച്ച് പരിശുദ്ധാത്മാവ് ദാവീദ് മുഖാന്തരം മുൻ പറഞ്ഞ തിരുവെഴുത്തിന് നിവർത്തി വരുവാൻ ആവശ്യമായിരുന്നു. അവൻ ഞങ്ങളുടെ എണ്ണത്തിൽ ഉൾപ്പെട്ടവനായി ഈ ശുശ്രൂഷയിൽ പങ്ക് ലഭിച്ചിരുന്നുവല്ലോ. അതുകൊണ്ട് പത്രോസ് പറയുകയാണ്, അവന്റെ വാസസ്ഥലം ശൂന്യമായി പോട്ടെ, അവന്റെ അധ്യക്ഷ സ്ഥാനം മറ്റൊരുത്തിന് ലഭിക്കട്ടെ എന്ന് സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നു. ആകയാൽ കർത്താവായ യേശു യോഹന്നാന്റെ സ്നാനം മുതൽ നമ്മെ വിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ നമ്മുടെ ഇടയിൽ സഞ്ചരിച്ചു പോന്ന കാലത്തെല്ലാം ഞങ്ങളോട് കൂടെ നടന്ന പുരുഷന്മാരിൽ ഒരുത്തൻ ഞങ്ങളോടുകൂടി അവന്റെ പുനരുത്ഥാനത്തിന് സാക്ഷിയായി തീരണം. അങ്ങനെ അവർ യുസ്തോസ് എന്ന് മറുപേരുള്ള ബെർശബ എന്ന യോസഫ്, മത്യാസ് എന്ന് രണ്ടുപേരെ നിർത്തി അവർ ചീട്ടിട്ടു. മത്യാസിനെ ചീട്ട് വീഴുകയും മത്യാസിനെ 11 അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ എണ്ണുകയും ചെയ്തു. നമ്മൾ അപ്പോസ്തല പ്രവർത്തനങ്ങളുടെ പുസ്തകം 1-ാം അധ്യായം അവസാനിക്കുന്നത് അങ്ങനെയാണ്. അതായത് 12 അപ്പോസ്തലന്മാരുണ്ടായിരുന്നു. അവരെ പന്തിരുവർ എന്നായിരുന്നു വിളിച്ചിരുന്നത്. ഇംഗ്ലീഷിൽ നമ്മൾ ബൈബിളിൽ വായിക്കുമ്പോൾ ദ 12 എന്നെപ്പോഴും കാണും. പന്തിരുവരിൽ ഒരുവനായ യൂദ നഷ്ടപ്പെട്ടു പോയി. പിന്നെ 11 പേരുണ്ട്. 11 അപ്പോസ്തലന്മാർ മതി, ഒരപ്പോസ്തലൻ പോയി. പക്ഷെ ആ ഒഴിവിലേക്ക് വേറൊരാളെ അവർ തിരഞ്ഞെടുത്ത് ആക്കുകയാണ്. ഏറ്റവും പുരാതനമായ പാരമ്പര്യം, അതാണ് ചില ആളുകൾക്ക് ആവശ്യം. ദ പ്രിമിറ്റീവ് ട്രഡിഷൻ, ഏറ്റവും പുരാതനമായ പാരമ്പര്യം ആവശ്യപ്പെടുന്നവരുണ്ട്. ആ പാട്ട് വേണോ? ആ പാരമ്പര്യം ഏറ്റവും പുരാതനമായ പാരമ്പര്യമാണല്ലോ വേണ്ടി. ഏറ്റവും പുരാതനമായ പാരമ്പര്യം ഒരപ്പോസ്തലൻ ഒഴിഞ്ഞു പോകുമ്പോൾ ആ സ്ഥാനത്തേക്ക് അടുത്തയാളെ ആക്കുക. ഷെവലിയാർ തോമസ് ഡാനിയൽ കരിമ്പനക്കൽ, I was expecting a Saint Stephen. ഇന്ന് സ്തേഫാനോ സഹദായുടെ ഓർമ്മ ആണ്. അതുകൊണ്ട് നമ്മുടെ ഷെവലിയാർ ഓർത്ത് സ്തേഫാനോ സഹദയെ പറ്റി ആയിരിക്കുമെന്ന്. നെക്സ്റ്റ് ലൈവിൽ സ്തേഫാനോ സഹദയെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇന്ന് നമ്മൾ അപ്പോസ്തോലിക പാരമ്പര്യം പിന്തുടർച്ച, അതിനെപ്പറ്റിയാണ് ചിന്തിക്കുന്നത്. അപ്പൊ അപ്പോസ്തോലിക പാരമ്പര്യം, പെന്തക്കോസ്ത് വിഭാഗങ്ങൾ ഈ അടുത്ത കാലത്തായി ഉയർത്തുന്ന പുകപടലങ്ങൾ, നമ്മുടെ ഈ ക്യാമ്പയിൻ വളരെ ശക്തമായി മുന്നേറുന്നു. വളരെ ഫലങ്ങൾ, റിസൾട്ടുകൾ, മൈൻഡ് ബ്ലോഗിങ് റിസൾട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലത്തെ ദിവസം എനിക്ക് ഇവിടെ ഒട്ടും സമയം കണ്ടിന്യൂസ് ആയിട്ട് ഫോണുകൾ, ഈ അമേരിക്കൻ തന്നെ ഒരുപാട് ഫോണുകൾ വന്നു, ഇന്റർനാഷണലിയും ഫോണുകൾ വന്നത്. ഫോൺ വന്നതിന്റെ കാരണമല്ല, കാരണം എനിക്ക് ഒട്ടും നേരില്ല, സോ എൻഗേജ്ഡ്. കാരണം അതുപോലെ ആളുകൾ ട്രൂത്ത് തിരിച്ചറിഞ്ഞ് തങ്ങളുടെ മാതൃസഭയിലേക്ക് മടങ്ങുന്ന തിരക്കിലാണ്. ഞാൻ ചുമ്മാ തമാശ പറയുന്നല്ല. പ്രത്യേകിച്ച് എനിക്ക് ഇങ്ങനെ പറഞ്ഞിട്ട് വലിയ നേട്ടമൊന്നുമില്ല. കാരണം ഞാൻ മാഗസീൻ ഇറക്കുന്നില്ല. സാധാരണ മാഗസീൻ ഇറക്കി ഇത്ര 16 പേര് സാധനപ്പെട്ടു, അവിടെ മുങ്ങി ഇവിടെ മുങ്ങി, ഇങ്ങനെയൊക്കെ കള്ളത്തരം. പെന്റക്കോസ്റ്റുകാർ ഇറക്കിയ മാഗസീനുകളിൽ
കഴിഞ്ഞ 30 വർഷം പെന്റക്കോസുകാരെല്ലാം കൂടെ ഇറക്കിയ മാഗസീനിലെ സ്നാനപ്പെട്ടവരുടെ കണക്കെല്ലാം കൂടെ എഴുതി കൂട്ടിയ ഇന്ത്യയിലെ ജനസംഖ്യയേക്കാൾ കൂടുതൽ വരും. അതുപോലെ പൊള്ളയായ അവകാശവാദങ്ങളൊക്കെ അവർ നടത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള അവകാശവാദങ്ങളൊന്നും എനിക്കില്ല. ഞാൻ മാഗസിൻ ഇറക്കുന്നില്ല, എങ്ങും കണക്കുകൾ പ്രസിദ്ധീകരിക്കുന്നില്ല, ആർക്കും ഇങ്ങനെ ഈ കുറുക്കന്റെ വാല് കൊണ്ട് കൊടുത്തിട്ട് ഇനാം മേടിക്കുന്നില്ല. ഇത്ര കുറുക്കനെ ഞാൻ കൊന്നു ഉണ്ടല്ലോ, അങ്ങനെ വാലും കൊണ്ടൊന്നും പോകുന്നില്ല. പക്ഷേ ഞാൻ നമ്മുടെ ഈ ഗ്ലോറിയസ് ഗോസ്പൽ പാർട്ട്നേഴ്സാണ് നിങ്ങൾ. അപ്പൊ നിങ്ങളോട് പറയുന്നതേ ഉള്ളൂ. കാരണം ഇതൊരു സംഘടനാ രൂപമുള്ളതല്ല. ഇത് ആളുകള് സ്വമേധയാ പ്രവർത്തനമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്വമേധയാ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഒരു കോർഡിനേഷൻ ഒന്നും ഇല്ലാതെ. ഇപ്പൊ നമ്മുടെ പ്രളയം വന്നപ്പം മറ്റാളുകളെ ഹെൽപ്പ് ചെയ്ത് എങ്ങനെയാ? ഒരു കോർഡിനേഷൻ ഒന്നും ഇല്ലാതെ തന്നെ ആളുകൾ സ്വമേധ അങ്ങ് ചെയ്യായിരുന്നു. കാണുന്നതിന്റെ ബാക്കി ആളുകൾ അങ്ങ് ചെയ്യാണ്. അപ്പൊ അതാണ് ഇപ്പൊ ഈ ഗ്ലോറിയസ് ഗോസ്പലിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു വല്ലാത്ത ചെയ്ത്താണ്. കാരണം കാണുന്നതിന്റെ ബാക്കി ആളുകൾ ചെയ്യുകയാണ്. അല്ലാതെ ഇവിടെ പ്രത്യേകിച്ച് ഒരു സെൻട്രലൈസ്ഡ് ഓഫീസ് ഉണ്ടാക്കി ഒരു ഓർഗനൈസേഷൻ ഉണ്ടാക്കി അങ്ങനെയൊന്നും അല്ല. കാണുന്നതിന്റെ ബാക്കി നിങ്ങൾ ചെയ്തോണം. ഇപ്പൊ എന്നെ കേട്ടോണ്ടിരിക്കുന്നത് നിങ്ങളൊക്കെ തന്നെയാണ് ഗ്ലോറിയസ് ഗോസ്പൽ സ്പ്രെഡ് ചെയ്തത്. നിങ്ങൾ കഴിഞ്ഞ വർഷം ചെയ്തതിന്റെ റിസൾട്ടാണ്. അപ്പം നിങ്ങൾ ചെയ്തത് കൊണ്ട് റിസൾട്ട് ഉണ്ട്. കാരണം നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുമ്പോൾ മറ്റൊരാളോട് അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അങ്ങനെയുള്ളതിന്റെ റിസൾട്ടുകൾ വരുന്നു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അതുപോലെ റിസൾട്ടാണ്. അതുപോലെ ആളുകൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ റിയലി നമ്മളിത് വളരെ സന്തോഷിക്കേണ്ട സമയമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നേ ഉള്ളൂ. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് പെന്തക്കോസ്തിലെ ഒരു ധാരണ അനുസരിച്ച്, ആ ധാരണ ഇതാണ്: അപ്പോസ്തലന്മാരെ കർത്താവ് സുവിശേഷം ഭരമേൽപ്പിച്ചു. പക്ഷെ അപ്പോസ്തലന്മാരുടെ കാലം കഴിഞ്ഞപ്പോൾ എല്ലാം തോന്നിവാസ കളരിയായി പോയി. നാഥനില്ല കളരി, കൂത്രിക്ക പള്ളി എന്നൊക്കെ ഈ പഴഞ്ചൊല്ല് പറയുന്ന പോലെ അങ്ങനെ ഒരു പള്ളിയായി പോയി എന്നാണ് ധാരണ. അപ്പൊ അതുകൊണ്ട് അപ്പോസ്തലന്മാരുടെ കാലം കഴിഞ്ഞപ്പോൾ ബാക്കി കാര്യങ്ങൾ ബൈബിളിലില്ല. അപ്പോസ്തല പ്രവൃത്തിയിൽ 28 അധ്യായം വായിച്ചു കഴിയുമ്പോൾ അതിന്റെ അപ്പുറത്ത് പിന്നെ ഒന്നുമില്ല. അപ്പൊ അപ്പോസ്തല പ്രവൃത്തി 28 അധ്യായം, 28ാമത്തെ അധ്യായം കഴിയുമ്പോൾ ബാക്കി എവിടെ പോയി? അപ്പൊ അപ്പോസ്തല പ്രവൃത്തി 28 കഴിഞ്ഞാൽ പിന്നെ 1901 ജനുവരി 1 അങ്ങനെയാണ്. അപ്പൊ പിന്നത്തെ ഈ 1800 വർഷം ഗ്യാപ്പ് തിയറിയാണ്. എന്ന് പറഞ്ഞാൽ ഒരു ശൂന്യത. അപ്പോസ്തല പ്രവൃത്തി 28 കഴിഞ്ഞാൽ അപ്പോസ്തല പ്രവൃത്തി ബാക്കി സഭാ ചരിത്രമുണ്ട്, സഭയുടെ ചരിത്രം. അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, പാരമ്പര്യത്തെ പറ്റിയാണ് ചോദ്യം. എന്തായിരുന്നു പാരമ്പര്യം അല്ലെങ്കിൽ പതിവ്? ഒരപ്പോസ്തലൻ മരിച്ചു പോയാൽ അവിടെ മറ്റൊരാളെ തെരഞ്ഞെടുക്കുന്നുണ്ട്. അത് നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൽ കാണുകയാണ്. അവിടെ പകരം മറ്റൊരാളെ ആക്കി വെക്കും. അപ്പോൾ നമ്മൾ വാദിക്കും. എന്താണ് വാദിക്കുന്നത്? അത് യൂദായിക്ക് പകരം, അതായത് പന്തിരുവർ എന്ന ഒരു പ്രത്യേക സ്ഥാനമുണ്ടായിരുന്നു. പരിശുദ്ധ റൂഹ വരികയും പെന്തക്കോസ്ത് പെരുന്നാളിൽ ആ ക്രിസ്തുവിന്റെ സുവിശേഷത്തെ യഹൂദനും ഒക്കെ വെളിപ്പെടുത്തുന്ന ആ സമയത്ത് ഈ 12 പേര് കോറം തയ്ക്കാൻ വേണമായിരുന്നു. അങ്ങനെ കോറം തയ്ക്കാൻ വേണമെന്ന് യേശു പറഞ്ഞായിട്ട് വാക്യമുണ്ടോ? അപ്പൊ അങ്ങനെ കോറം തയ്ക്കാൻ വേണമായിരുന്നു. അതുകൊണ്ട് ഒരാളെ തെരഞ്ഞെടുത്തുന്നുള്ളൂ. പിന്നീട് അതിന് വാലിഡിറ്റി ഇല്ല. അങ്ങനെ ഒരു വാദമുണ്ട്. അതേക്കുറിച്ച് നമ്മൾ ചിന്തിക്കും. ഇവിടെ നിങ്ങൾ നോക്കുക, വളരെ ശ്രദ്ധിക്കുക. ഇവിടെ ഈ യൂദായിക്ക് പകരം ഒരാളെ തെരഞ്ഞെടുക്കണമെന്ന് യേശു കർത്താവ് പറഞ്ഞല്ല, പത്രോസ് പറയുകയാണ് പരിശുദ്ധാത്മാവ് ദാവീദ് മുഖാന്തരം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ പഴയ നിയമ തിരുവെഴുത്തിന്റെ അടിസ്ഥാനത്തിലാണ് മത്തിയാസിനെ തെരഞ്ഞെടുക്കുന്നത്. നമ്മൾ വളരെ ശ്രദ്ധിക്കുക. അതായത് പഴയ നിയമ സ്വാധീനം അല്ലെങ്കിൽ പഴയ നിയമത്തിന്റെ ആ പതിവും പാരമ്പര്യവും ആ പൗരോഹിത്യവും പിന്തുടർച്ചയും അതേക്കുറിച്ച് നല്ല അവബോധം ആ ശിഷ്യന്മാർക്കുണ്ടായിരുന്നു.
ആ മനോബോധത്തിൽ നിന്നാണ് പത്രോസ് ഈ നിർദ്ദേശം വെക്കുന്നത്. അപ്പോൾ അവര് പ്രാർത്ഥിക്കുകയാണ്, സകല ഹൃദയങ്ങളെയും അറിയുന്ന കർത്താവെ, തന്റെ സ്ഥലത്തേക്ക് പോകേണ്ടതിന് യൂദ ഒഴിഞ്ഞു പോയ ഈ ശുശ്രൂഷയുടെയും അപ്പോസ്തലത്വത്തിന്റെയും സ്ഥാനം ലഭിക്കേണ്ടതിന് ഈ ഇരുവരിൽ ഏവനെ നീ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് കാണിച്ചു തരണമേ എന്ന് പ്രാർത്ഥിച്ച് അവരുടെ പേർക്ക് ചീട്ടി. അപ്പൊ പ്രാർത്ഥനാപൂർവം അവർ തിരഞ്ഞെടുത്തു ഒരു പിൻഗാമിയെ. അപ്പൊ പ്രാർത്ഥനാപൂർവം ഒരു പിൻഗാമിയെ തിരഞ്ഞെടുക്കുന്നത് വളരെ പൂർവിക പാരമ്പര്യമാണ്. അപ്പോസ്തല പ്രവൃത്തി 1 പാരമ്പര്യമാണ്. അതിലും പുറകിൽ ഒരു പാരമ്പര്യം കാണിക്കാനില്ല. പാരമ്പര്യമാണല്ലോ കാണണ്ടേ. അപ്പൊ ഏറ്റവും പഴയ പാരമ്പര്യത്തിൽ അപ്പോസ്തലന്മാരെ പകരം നിയോഗിക്കുന്നുണ്ടായിരുന്നു. ഇനി നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ലേറ്റർ പാരമ്പര്യം നമുക്ക് നോക്കാം. കുറെ കൂടെ ഒരു ലേറ്റർ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ മുന്നോട്ട് പോരുമ്പോഴുള്ള ഒരു പാരമ്പര്യം. ഇപ്പൊ പറഞ്ഞ പാരമ്പര്യം വളരെ ആദ്യത്തെ പാരമ്പര്യം അല്ല, വളരെ പൂർവികമായ പാരമ്പര്യമാണ് പറഞ്ഞത്. അപ്പൊ ഒരു സ്വല്പം കൂടെ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു പാരമ്പര്യം കിട്ടും. കുറെ കൂടെ പോന്നു കഴിഞ്ഞുള്ള ഒരു പാരമ്പര്യം. പൗലുസ്ലിഹ ആവശ്യപ്പെടുന്ന ഒരു പാരമ്പര്യമാണ്. പൗലുസ്ലിഹയുടെ ഒരു വാക്കാണ്. തിമോത്തിയോസിന് എഴുതുകയാണ് പൗലുസ്ലിഹ. 2 തിമോത്തിയോസ് 2-ാം അധ്യായം 2-ാം വാക്യം ശ്രദ്ധിച്ച് കേൾക്കുക. നീ പല സാക്ഷികളുടെ മുൻപാകെ എന്നോട് കേട്ടതെല്ലാം മറ്റുള്ളവരെ ഉപദേശിപ്പാൻ സമർത്ഥരായ വിശ്വസ്ത മനുഷ്യരെ ഭരമേൽപ്പിക്കാം. നീ എന്നോട് കേട്ടതെല്ലാം മറ്റുള്ളവരെ ഉപദേശിപ്പാൻ സമർത്ഥരായ വിശ്വസ്ത മനുഷ്യരെ ഭരമേൽപ്പിക്കാം. അപ്പം 2 തിമോത്തിയോസ് 2:2 പറയുകയാണ്. 2 തിമോത്തിയോസ് 2:2. നിങ്ങൾ ഇനി ആ വാക്യം, അത് വളരെ നിസ്സാരമായിട്ട് തോന്നും, പക്ഷേ അത് വളരെ ആഴമായ വാക്യമാണ്. അതുകൊണ്ട് അവിടെ നമ്മൾ അല്പസമയം ഒന്ന് നിൽക്കണം, ശ്രദ്ധിക്കുക. അവിടെ പറയുന്നത്, നീ പല സാക്ഷികളുടെ മുമ്പാകെ എന്നോട് കേട്ടത്. അടുത്തത്, മറ്റുള്ളവരെ ഉപദേശിപ്പാൻ സമർത്ഥരായ വിശ്വസ്ത മനുഷ്യരെ ഭരമേൽപ്പിക്കുക. അപ്പൊ എത്ര തലമുറയായി? നിങ്ങൾക്ക് ആർക്കെങ്കിലും പെട്ടെന്ന് പറയാൻ പറ്റുമോ? ആ ഒറ്റ വാക്യത്തിൽ എത്ര തലമുറയാണ്? നീ എന്നോട് കേട്ടതെല്ലാം മറ്റുള്ളവരെ ഉപദേശിപ്പാൻ സമർത്ഥരായ വിശ്വസ്ത മനുഷ്യരെ ഭരമേൽപ്പിക്കുക. അപ്പൊ 1 അപ്പോസ്തലനായ പൗലൂസ്, 2 അപ്പോസ്തലനായ പൗലൂസിൽ നിന്ന് കേൾക്കുന്ന തിമോത്തിയോസ്, 3 തിമോത്തിയോസ് ഉപദേശിപ്പാൻ പോകുന്ന ആള്. തിമോത്തിയോസ് ഉപദേശിക്കാൻ പോകുന്ന ആൾ എങ്ങനെയുള്ള ആളായിരിക്കണം എന്നാണ് പൗലൂസ് പറയുന്നത്? മറ്റുള്ളവരെ ഉപദേശിപ്പാൻ സമർത്ഥരായ ആളുകൾ. അപ്പോൾ അവരെ ഉപദേശിക്കാൻ പോകുന്ന ആളുകൾ. അപ്പൊ തന്റെ ഈ പിന്തുടർച്ച ശൃംഖലയിലെ 4 കണ്ണികളെ കുറിച്ച് പൗലൂസ് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. 2 തിമോത്തിയോസ് 2-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ പൗലൂസ് പറയുകയാണ്, ഇതാണ് പാരമ്പര്യം. എന്താണ് ഇത്? ജനറൽ പ്രസംഗത്തെ കുറിച്ചല്ല, ചോസൺ പീപ്പിൾ, സമർത്ഥരായ വിശ്വസ്തരായ ആളുകളെ കുറിച്ച്. അപ്പോൾ അവിടെ പറയുകയാണ്, അത് ജനറൽ ആയിട്ട് പറയുന്നല്ല, സമർത്ഥരും വിശ്വസ്തരും. അപ്പൊ ആരാണത്? അധ്യക്ഷന്മാർ. അധ്യക്ഷൻ ആരായിരിക്കണം? വിശ്വസ്തനായിരിക്കണം, സമർത്ഥനായിരിക്കണം, ഉപദേശിപ്പാൻ സമർത്ഥനായിരിക്കണം. അവൻ വിശ്വസ്ത മനുഷ്യരെയാണ് വചനം ഭരമേൽപ്പിക്കേണ്ടത്. അപ്പോൾ അവിടെ പറയുന്നു, അപ്പോസ്തലനായ പൗലൂസ്, തിമോത്തിയോസ്,
തിമോത്തിയോസിൽ നിന്ന് കേൾക്കുന്നവർ, പ്രാപിക്കുന്നവർ, അവരെ ഏൽപ്പിക്കാൻ പോകുന്നവർ. കാരണം അവർ മറ്റുള്ളവരെ ഏൽപ്പിപ്പാൻ സമർത്ഥരും വിശ്വസ്തരുമായിരിക്കണം. അപ്പൊ പൗലോസ് എത്ര ദീർഘവീക്ഷണത്തോടെയാണ് ഈ ഒരു വാക്യം എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇതാണ് സഭയുടെ പാരമ്പര്യം. അപ്പൊ ഇതിൽ തിമോത്തിയോസ് വീഴ്ച വരുത്തിയോ, അപ്പോസ്തലന്മാർ വീഴ്ച വരുത്തിയോ, ആദിമസഭ വീഴ്ച വരുത്തിയോ, ആരും വീഴ്ച വരുത്തിയിട്ടില്ല. അവർ വിശ്വസ്തയോടെ ആ കാര്യങ്ങൾ ചെയ്തു എന്നതിന് സാക്ഷ്യം. അതാണ് സഭയുടെ സാക്ഷ്യം. അതാണ് സഭയുടെ സാക്ഷ്യം. പൗലൂസിന്റെ 2 ശിഷ്യന്മാർ, തിമോത്തിയോസും തീത്തോസും, ഇവർക്ക് 2 പേർക്കും എഴുതിയ കത്തുകൾ ബൈബിളിൽ നമുക്ക് കാണാൻ പറ്റും. ആ തിമോത്തിയോസിന് എഴുതിയ 2 കത്തുകളും തീത്തോസിന് എഴുതിയ 1 കത്തുമാണ് ബൈബിളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇവർ 2 പേർക്കും കൂടെ എഴുതിയ ഈ 3 കത്തുകളെ പാസ്റ്ററൽ എപ്പിസ്റ്റൽസ് എന്നാണ് വിളിക്കുന്നത്, ഇടയലേഖനങ്ങൾ. അപ്പൊ ഈ പാസ്റ്ററൽ എപ്പിസ്റ്റൽസിൽ പാസ്റ്റർമാർക്കുള്ള, ഇടയന്മാർക്കുള്ള, ശുശ്രൂഷകന്മാർക്കുള്ള, അധ്യക്ഷന്മാർക്കുള്ള നിർദ്ദേശങ്ങളാണ്. അപ്പൊ അങ്ങനെ അതിൽ നോക്കുമ്പോ അവിടെ തിമോത്തിയോസിനോട് പറയാണ്, നീ എന്നിൽ നിന്ന് പ്രാപിച്ചത്, നീ എന്നിൽ നിന്ന് കേട്ടത്. അപ്പൊ എന്നിൽ നിന്ന് കേട്ടത്, നീ എന്നിൽ നിന്ന് കേട്ടത് മറ്റുള്ളവരെ ഉപദേശിപ്പാൻ സമർത്ഥരും വിശ്വസ്തരുമായ ആളുകളെ നീ എന്ത് ചെയ്യണം? മനുഷ്യരെ കണ്ടുപിടിക്കുക, അവരെ പരമേൽപ്പിക്കുക. തീത്തോസിന് എഴുതുമ്പോ പറയാണ്, തീത്തോസിന്റെ ലേഖനം 1-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ, ഞാൻ ക്രേത്തയിൽ നിന്നെ വിട്ടേച്ചു പോന്ന് ശേഷിച്ച കാര്യങ്ങളെ ക്രമത്തിലാക്കേണ്ടതിനും ഞാൻ നിന്നോട് ആജ്ഞാപിച്ചതുപോലെ പട്ടണം തോറും മൂപ്പന്മാരെ ആക്കി വയ്ക്കേണ്ടതിനും തന്നെ. പട്ടണം തോറും മൂപ്പന്മാരെ ആക്കി വെക്കേണ്ടതിന് തന്നെ. അപ്പൊ പട്ടണം തോറും അധ്യക്ഷന്മാരെ ഓർഡർ ചെയ്ത് നിയോഗിക്കണം എന്ന് അവിടെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുകയാണ്. അപ്പൊ ഇതാണ് ആദിമസഭയുടെ പാരമ്പര്യം. അപ്പൊ അതിനകത്തൊരു വീഴ്ച വന്നു, അപ്പൊ അതിനകത്തൊരു ബ്രേക്ക് വന്നു, അല്ലെങ്കിൽ അത് പിന്നീട് നിന്നുപോയി എന്നൊക്കെ വേണമെങ്കിൽ അനുമാനിക്കാം. കഥകൾ ഉണ്ടാക്കുന്നവർക്ക് അങ്ങനെ അനുമാനിക്കാം. പക്ഷെ നമ്മളെ സംബന്ധിച്ച് കഥയല്ല, നമുക്ക് വ്യക്തമായ തെളിവുകളും ചരിത്രവും ഉള്ളത് കൊണ്ട് ആ ചരിത്രത്തിൽ നമ്മൾ അങ്ങനെ കാണും. ആ ചരിത്രത്തിൽ നമ്മൾ അങ്ങനെ കാണുന്നു. വളരെ വ്യക്തമായിട്ട് പൗലൂസ് ശ്ലീഹ നിർദ്ദേശം കൊടുക്കുക. അല്ലാതെ പൗലൂസ് പറയല്ല, ഇത് ആരെങ്കിലുമൊക്കെ കർത്താവ് കാലാകാലങ്ങളിൽ കർത്താവിന്റെ വേലയ്ക്ക് ഇഷ്ടമുള്ളവരെ കർത്താവ് പ്രചോദിപ്പിക്കുകയും വിളിക്കുകയും, അല്ലെ കർത്താവ് സ്വപ്നം കൊടുക്കുകയും, അങ്ങനെ കർത്താവ് ഓരോരുത്തർ സ്ഥാനത്ത് ആളുകളെ എഴുന്നേൽപ്പിക്കുകയും, അങ്ങനെ കർത്താവിന്റെ വേല നിറപടിയായി നടക്കുക, അങ്ങനെ പൗലൂസ് പറഞ്ഞിട്ടില്ല. പൗലൂസ് പറയാണ്, നീ എന്നോട് കേട്ടത് നന്നായി മറ്റുള്ളവരെ പഠിപ്പിക്കാൻ വിശ്വസ്തരും സമർത്ഥരും ആയിട്ടുള്ള ആളുകളെ ഏൽപ്പിക്കണം. അപ്പൊ അതാണ് അന്ത്യോക്യ ആയിരുന്നു ആദിമ സഭയുടെ കേന്ദ്രം. ആദിമ സഭയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് അന്ത്യോക്യ ആയിരുന്നു. അന്ത്യോക്യയിലായിരുന്നു എല്ലാം സംഭവിച്ചുകൊണ്ടിരുന്നത്. പത്രോസും പൗലൂസും ആ സഭയിലെ അംഗങ്ങളായിരുന്നു. അവിടെ നിന്നായിരുന്നു അവർ പുറപ്പെട്ടു പോയിക്കൊണ്ടിരുന്നത്. അവിടെ നിന്നാണ് എല്ലാ മിഷണറി വർക്കുകളും എല്ലാ സഭാ സ്ഥാപനങ്ങളും സംഭവിച്ചുകൊണ്ടിരുന്നത്. എല്ലാത്തിന്റെയും കേന്ദ്രമായിരുന്നു. അപ്പൊ അന്ത്യോക്യയിലെ മൂന്നാമത്തെ അധ്യക്ഷൻ ഇഗ്നാത്തിയോസ്. അന്ത്യോക്യയിലെ പത്രോസ് ശ്ലീഹ നേരിട്ട് കൈവപ്പ് കൊടുത്ത് 2 അധ്യക്ഷന്മാരെ ആക്കി, എവോദിയോസും ഇഗ്നാത്തിയോസും. അപ്പം അത് ജാതികൾക്കും യഹൂദന്മാർക്കും വേണ്ടി 2 അധ്യക്ഷന്മാരെ ആക്കിയതാണ്. അങ്ങനെ എവോദിയോസ് ആദ്യം കാലം ചെയ്യുകയും പിന്നീട് ഇഗ്നാത്തിയോസ് 2 കൂട്ടരുടെയും കൂടെ പൊതു അധ്യക്ഷനായി മാറുകയും ചെയ്തു. അതേ തുടർന്ന് പിന്നീട് അന്ത്യോക്യൻ സഭയ്ക്ക് ഓരോ അധ്യക്ഷന്മാര്, ജാതികളെന്നോ യൂതരെന്നോ വ്യത്യാസമില്ലാതെ ഓരോ അധ്യക്ഷന്മാരാണ് വന്നുകൊണ്ടിരുന്നത്.
ഇപ്പൊ പലപ്പോഴും നിങ്ങൾ ഓർക്കും യെരുശലേം സഭ അതല്ലായിരുന്നു കേന്ദ്രം. യെരുശലേം സഭ സ്തെഫാനോസിന്റെ രക്തസാക്ഷിത്വത്തെ തുടർന്ന് ചിതറിപ്പോയി. അത് മാത്രമല്ല, സ്തെഫാനോസിന്റെ രക്തസാക്ഷിത്വത്തെ തുടർന്ന് യെരുശലേം സഭ ചിതറുന്നത് വരെയും യെരുശലേം സഭ യഹൂദ മതത്തിന്റെ ഒരു നിഴലിലായിരുന്നു. അപ്പൊ സ്വതന്ത്രമായ ഒരു ക്രിസ്തീയ കൂട്ടായ്മ എന്ന നിലയ്ക്ക് അത് വികാസം പ്രാപിച്ചിരുന്നില്ല. കാരണം പരിശുദ്ധാത്മാവ് സകല സത്യത്തിലും വഴി നടത്തും. അപ്പോൾ അവർ ദൈവാലയത്തിൽ പോവുകയും അവിടെ ദൈവാലയം വിട്ടു. അതോടുകൂടിയാണ് ദൈവാലയം തകർക്കപ്പെടുന്നത്. AD 70 വരുമ്പോഴേക്കും ദൈവാലയം തകർക്കപ്പെടുന്നു. അങ്ങനെയാണ് ക്രിസ്തീയ സഭ പൂർണ്ണമായും സ്വതന്ത്രമായ ഒരു സഭയായി മാറുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ഒരു കൊക്കൂണിനകത്ത് നിന്ന് ആ കൊക്കൂൺ പൊട്ടിച്ച് ഒരു ചിത്രശലഭം പുറത്തു വരുന്നത് പോലെ ശലഭമായി പുറത്തു വന്നു. അങ്ങനെ ലോകത്തിന് സഭ വെളിപ്പെടുമ്പോൾ അതതിന്റെ തികവോടും അതിന്റെ നിറവോടും അതിന്റെ പൂർണ്ണതയോടും കൂടെ വെളിപ്പെടുന്നത് അന്ത്യോക്യയിലാണ്. അപ്പൊ അതുകൊണ്ടാണ് അന്ത്യോക്യ സഭയുടെ ഏറ്റവും പ്രാധാന്യവും അന്ത്യോക്യ സിംഹാസനത്തിന്റെ പ്രാധാന്യവും. അപ്പൊ അന്ത്യോക്യൻ സഭയായിരുന്നു ഹെഡ് ക്വാർട്ടർ. അതുകൊണ്ടാണ് ആ കാലഘട്ടത്തിൽ അന്ത്യോക്യൻ സഭയ്ക്ക് ആ പ്രാധാന്യം കൈവന്നത്. പലരും ചോദിക്കുന്ന ചോദ്യമാണ്, യെരുശലേം സഭയല്ലായിരുന്നു ഒന്നാമത്തെ സഭ? നിശ്ചയമായിട്ടും യെരുശലേം സഭയായിരുന്നു ഒന്നാമത്തെ സഭ. എന്നാൽ എന്തുകൊണ്ട് അന്ത്യോക്യയ്ക്ക് പ്രാമുഖ്യം വന്നു എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഇതാണ്. അപ്പൊ അന്ത്യോക്യയിൽ അപ്പോസ്തലനായ പത്രോസ് കൈവപ്പ് കൊടുത്ത് ആക്കിയ ഇഗ്നാത്തിയോസ്, അദ്ദേഹം ഇഗ്നാത്തിയോസ് ന്യൂറോനോ എന്നറിയപ്പെടും. നമ്മൾ കഴിഞ്ഞ അദ്ദേഹത്തിന്റെ ഓർമ്മ ദിവസത്തിൽ, ഓർമ്മ പെരുന്നാളിൽ നമ്മൾ അദ്ദേഹത്തെ കുറിച്ച് ലൈവ് ഒക്കെ ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് വളരെ പരിചയമുണ്ട്. AD 117 അദ്ദേഹം 117, 118 കാലഘട്ടങ്ങളിലാണ് അദ്ദേഹം സപ്തലേഖനങ്ങൾ അല്ലെങ്കിൽ 7 ലെറ്റേഴ്സ് എഴുതുന്നത്. അപ്പൊ അദ്ദേഹം എഴുതിയ ഈ പറഞ്ഞ 7 കത്തുകളിൽ എഫേസോസുകാർക്ക് എഴുതിയ കത്തിൽ, എഫീഷ്യൻസ് ചർച്ചിന് എഴുതിയ കത്തിൽ അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നുണ്ട്, സഭയിൽ 3 ടയർ സിസ്റ്റമാണ്, ഹൈറാർക്കി ഉള്ളത് എന്ന് വളരെ വ്യക്തമായി അദ്ദേഹം പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഗൂഗിളിൽ ചെയ്താൽ കിട്ടും. ദ ലെറ്റേഴ്സ് ഓഫ് ഇഗ്നേഷ്യസ് എന്ന് ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ഈ 7 ലെറ്റേഴ്സ് കിട്ടും. അപ്പൊ അതിനകത്ത് എഫീഷ്യൻസിന് എഴുതിയ ലെറ്റർ എടുക്കുക, അതിന്റെ 2ാമത്തെ അധ്യായം വായിക്കുക. അപ്പൊ നിങ്ങൾക്ക് വളരെ വ്യക്തമായി അദ്ദേഹം ഈ അപ്പോസ്തോലിക പിന്തുടർച്ചയെക്കുറിച്ചും ബിഷോപ്പിനെ കുറിച്ചും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഇറ്റ് ഈസ് ഫിറ്റിംഗ് ഇൻ എവരി വേ ദാറ്റ് യു be knit together in a unified submission, subject to the bishop and presbytery, that you may be completely sanctified. അപ്പം യേശുക്രിസ്തു എങ്ങനെ പിതാവിനാൽ അയക്കപ്പെട്ടോ അങ്ങനെയാണ് ഓരോ ബിഷപ്പുമാരും അയക്കപ്പെടുന്നത് എന്നൊക്കെ അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ അദ്ദേഹത്തിന്റെ എഫിഷ്യൻസ് വായിക്കുക. അപ്പൊ ഇതില് നിങ്ങൾ വായിക്കുമ്പോൾ ഒന്നാമത് മനസ്സിലാക്കേണ്ടത്, അന്ത്യോക്യയിലെ ഈ പാത്രിയർക്കീസ് ആയിരുന്ന ഈ ഇഗ്നാത്തിയോസ് തെയോഫോറോസ് അദ്ദേഹം അപ്പോസ്തലനായ യോഹന്നാന്റെ നേർശിഷ്യനായിരുന്നു. അതുപോലെ കർത്താവായ യേശുക്രിസ്തു കൈകളിലെടുത്ത് അനുഗ്രഹിച്ച ഒരു ശിശുവായിരുന്നു. അതുപോലെ പത്രോസ് അപ്പോസ്തലൻ നേരിട്ട് ബിഷപ്പായിട്ട് ഓർഡൈൻ ചെയ്ത വ്യക്തിയായിരുന്നു. അപ്പൊ പത്രോസിൽ നിന്നും യോഹന്നാനിൽ നിന്നും നേരിട്ട് അനുഗ്രഹങ്ങൾ ഉണ്ടായിരുന്ന, പിന്തുടർച്ച അവകാശപ്പെടാൻ കഴിയുന്ന ഒരു സഭാപിതാവാണ്, ഈ അപ്പോസ്തോലിക പിതാവാണ് ഇഗ്നാത്തിയോസ് തെയോഫോറോസ്. അന്ത്യോക്യൻ സിംഹാസനത്തിന്റെ 3ാമത്തെ അവകാശിയായിരുന്നു. പൗലൂസുമായിട്ടും അദ്ദേഹത്തിന് നിശ്ചയമായിട്ടും മുഖപരിചയം ഉണ്ടായിരുന്നു. അപ്പൊ എത്രമാത്രം പ്രിവിലേജ്ഡ് പേഴ്സൺ ആയിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. സച്ച് എ പ്രിവിലേജ്ഡ് പേഴ്സൺ, സച്ച് എ ബ്ലെസ്ഡ് പേഴ്സൺ. അപ്പൊ നിങ്ങൾ ഞാൻ ഈ ഇഗ്നാത്തിയോസ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളോ അതേതോ ഓരോ ഓർത്തഡോക്സിലെ ഒരു തിരുമേനി എന്തോ പറഞ്ഞു, അങ്ങനെയല്ല. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ക്രെഡൻഷ്യല് എന്താണെന്ന് നിങ്ങൾ ഗ്രഹിക്കണം. അതിനാണ് ഞാൻ എപ്പോഴും വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത്. അപ്പൊ അദ്ദേഹം പറയുന്ന ആ വാക്കുകളുടെ ആ ക്രെഡിബിലിറ്റി എന്താണെന്ന് നിങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിയണമെങ്കിൽ ഈ തരത്തിൽ വിശദീകരിക്കണം. അതുകൊണ്ട് ഒന്നുകൂടെ പറയാണ്, യേശു കർത്താവ് കൈകളിലെടുത്ത് അനുഗ്രഹിച്ച ശിശുക്കളിൽ ഒരാളായിരുന്നു. അതുപോലെ അപ്പോസ്തലനായ പത്രോസിൽ നിന്ന് ബിഷപ്പ് സ്ഥാനം സ്വീകരിച്ച ആളാണ്. അതുപോലെ യോഹന്നാന്റെ നേർ ശിഷ്യനായിരുന്നു. പൗലൂസിനെ മുഖപരിചയമുള്ള വ്യക്തിയായിരുന്നു. ഇതിലൊക്കെ ഉപരിയായിട്ട് അദ്ദേഹം രക്തസാക്ഷിയായ വ്യക്തിയാണ്. അദ്ദേഹത്തെ റോമിലേക്ക് വധിക്കാൻ വേണ്ടി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് റോമിലേക്ക് അയക്കപ്പെട്ടു. റോമിലേക്കുള്ള യാത്രാമധ്യയാണ് അദ്ദേഹം കത്തുകളൊക്കെ എഴുതുന്നത്. അപ്പൊ അദ്ദേഹം
റോമിലെ സഭയിൽ ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺസ് ഉണ്ടായിരുന്നു. അവരോട് പറയുന്നുണ്ട്, നിങ്ങളുടെ സ്വാധീനം ഉപയോഗിച്ച് എൻ്റെ ഈ മഹാ അവസരത്തെ തട്ടിക്കളയരുത്. ഞാൻ കർത്താവിന് വേണ്ടി രക്തസാക്ഷിയാകാനുള്ള അസുലഭമായ ഭാഗ്യം എനിക്ക് കൈവന്നിരിക്കുകയാണ്, അത് നഷ്ടപ്പെടുത്തരുതേ എന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ സ്റ്റാറ്റസ് നിങ്ങൾ മനസ്സിലാക്കുക. ഈ ലോകത്തൊന്നും നേടാതെ സ്വന്തം ജീവനെ തന്നെ കർത്താവിന് ബലി കൊടുത്ത, യേശു കർത്താവിൽ നിന്ന് നേരിട്ട് അനുഗ്രഹം പ്രാപിച്ച, പത്രോസ് അപ്പോസ്തലനിൽ നിന്ന് നേരിട്ട് ബിഷപ്പ് സ്ഥാനം ലഭിച്ച, യോഹന്നാനിൽ നിന്ന് നേരിട്ട് സുവിശേഷം കേട്ട ആ പുണ്യപിതാവ് ഇങ്ങനൊരു നുണ അല്ലെങ്കിൽ ഫാബ്രിക്കേറ്റഡ് ആയിട്ട് ലൈസ് ഉണ്ടാക്കി വെക്കും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് വിശ്വസിക്കാം. പക്ഷെ അങ്ങനെ വിശ്വസിക്കാൻ തക്ക മൂഢത എനിക്കില്ലാത്തതുകൊണ്ട് ഞാനത് വിശ്വസിക്കുകയില്ല. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നത് ഇഗ്നേത്യസ് ന്യൂറോൻ എഴുതിയത് തന്നെ. അപ്പം AD 117 അദ്ദേഹം എഴുതുന്നത്. അപ്പൊ അന്ന് അദ്ദേഹത്തിന്റെ കത്തുകൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സഭയിൽ മെത്രാൻ, അച്ഛൻ, ഷെമാശൻ ഇങ്ങനെ 3 നിലയിൽ ഹെയറാർക്കി ആദിമകാലം മുതൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവും. ആ ഹൈറാർക്കിയെ അവർ പിന്തുടർച്ചയായിട്ട് അടുത്ത ആളിലേക്ക് കൈമാറ്റം ചെയ്യുകയും ട്രാൻസ്ഫർ ചെയ്യുകയും അടുത്ത ആളെ അപ്പോയിന്റ് ചെയ്യുകയും ചെയ്തുകൊണ്ട് ആ അപ്പോസ്തോലിക പിന്തുടർച്ച അവർ നിലനിർത്തി പോന്നു എന്നുള്ളതിന് വ്യക്തമായ തെളിവാണ് ഈ പറയുന്നത്. ഇപ്പം അല്ലാതെ ഇത് തെളിവില്ലാതെയോ ഇത് വെളിവില്ലാതെയോ ഒന്നും പറയുന്ന കാര്യമല്ല. ഇത് വളരെ വ്യക്തമായി തെളിവുള്ള കാര്യമാണ്. ഇത് പറയുന്നവർക്ക് നല്ല വെളിവുമുണ്ട്. അതായത് വെളിവില്ലാതെയല്ല പറയുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇതൊന്നും അദ്ദേഹത്തിന്റെ അഭിപ്രായമല്ല. അപ്പൊ അദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റി എന്താണെന്ന് മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ അതുപോലെ ഐറേനിയസ്, ഇതെല്ലാം ആദിമ സഭാപിതാക്കന്മാരാണ്. അപ്പം ഐറേനിയസ് എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ഇദ്ദേഹത്തെ പോലെ തന്നെ 2-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന ഒരു സഭാപിതാവാണ്. അദ്ദേഹം പറയുന്നത്, വി ക്യാൻ എന്യൂമറേറ്റ് ദോസ് ഹൂ വെയർ അപ്പോയിന്റഡ് ബൈ ദ അപ്പോസ്റ്റൽസ് ആസ് ബിഷപ്സ് ഇൻ ദ ചർച്ചസ് ആസ് ദെയർ സക്സസേഴ്സ് ഈവൻ ടു അവർ ടൈം. അപ്പൊ അപ്പോസ്തോലിക പിന്തുടർച്ച അപ്പോസ്തലന്മാരിൽ നിന്നുള്ള പിന്തുടർച്ചയാണെന്ന്, അത് തന്റെ കാലം വരെ ഇപ്പോഴും അത് നിലനിൽക്കുകയാണെന്നും ഐറേനിയസ് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇടമുറിയാത്ത അപ്പോസ്തോലിക പാരമ്പര്യം, അപ്പോസ്തോലിക പിന്തുടർച്ച, ഇത് ഈ അപ്പോസ്തലന്മാരുടെ ഈ പിന്തുടർച്ച എന്ന് പറയുമ്പോൾ ഡിസെൻഡൻസ് അല്ല. അപ്പൊ അതൊരു സന്തതികളൊന്നും അല്ല. മക്കളുടെ മക്കൾ ഇങ്ങനെ അനന്തരാവകാശികളായി പോരുന്നത് അത് കൈവപ്പിലൂടെയാണ്. ഇപ്പൊ കൈവപ്പ് വളരെ പ്രധാനപ്പെട്ടാണ്. ഇപ്പൊ തിമോത്തിയോസിന് എഴുതുമ്പോൾ പൗലുസ്ലിയ പറയുന്നുണ്ട്, എന്റെ കൈവപ്പിലൂടെ നിനക്ക് ലഭിച്ചിരിക്കുന്ന പ്രസാദവരം. അപ്പൊ ആ കൈവപ്പിലൂടെയാണ് ആ പ്രസാദവരം പകർന്നുകൊണ്ടിരുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും. അത് തന്നെയല്ല, ക്രിസ്തീയ സഭയുടെ അടിസ്ഥാന ഉപദേശങ്ങളിൽ ഒന്ന് കൈവപ്പാണ്. ക്രിസ്തീയ സഭയുടെ അടിസ്ഥാന ഉപദേശങ്ങൾ ഏതൊക്കെയാണ്? ക്രിസ്തീയ സഭയുടെ അടിസ്ഥാന ഉപദേശങ്ങൾ എബ്രായ ലേഖനത്തിലാണ് നമ്മൾ കാണുന്നത്. എബ്രായ ലേഖനം 6-ാം അധ്യായം. ഇപ്പൊ എബ്രായ ലേഖനം 6-ാം അധ്യായം വായിക്കുമ്പോൾ, അതുകൊണ്ട് നിർജ്ജീവ പ്രവൃത്തികളെ കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തെങ്കിലെ വിശ്വാസം, സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം, കൈവപ്പ്, മരിച്ചവരുടെ പുനരുത്ഥാനം, നിത്യശിക്ഷാവിധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനങ്ങൾ പിന്നെയും ഇടാതെ ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദിവേദനം വിട്ട് പരിജ്ഞാനപൂർത്തി പ്രാപിക്കാൻ ശ്രമിക്കുക. അപ്പൊ ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ എബ്രായ ലേഖനം 6-ാം അധ്യായത്തിൽ വായിക്കുന്നത് ദൈവത്തെങ്കിലെ വിശ്വാസം, അല്ലെ, നിർജ്ജീവ പ്രവൃത്തികളെ കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തിലെ വിശ്വാസം, സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം, കൈവപ്പ്. അപ്പൊ 6 വിഷയങ്ങളാണ് അവിടെ പറയുന്നത്. അതിൽ 4-ാമത്തെ വിഷയം കൈവപ്പ്. അപ്പൊ ക്രിസ്തീയ സഭയുടെ അടിസ്ഥാന വിശ്വാസങ്ങളിൽ ഒന്നാണ്, അല്ലെങ്കിൽ ക്രിസ്തീയ സഭയുടെ അടിസ്ഥാന വിശ്വാസ പ്രമാണങ്ങളെ 6 ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ട് ആ ഒരു ഗ്രൂപ്പിന് കൊടുക്കുന്ന ടൈറ്റില് കൈവപ്പ് എന്നാണ്. അപ്പൊ കൈവപ്പ് എന്ന ടൈറ്റിലിന്റെ കീഴിലാണ് പിന്തുടർച്ച വരുന്നത്. അപ്പോൾ ക്രിസ്തീയ സഭയുടെ അടിസ്ഥാന വിശ്വാസമാണ് കൈവപ്പ്. ഇപ്പൊ മനസ്സിലായോ? പെന്തക്കോസ്തുകാർ അടിസ്ഥാന വിശ്വാസം എവിടുന്ന് എടുക്കുന്നറിയോ? അപ്പോസ്തല പ്രവൃത്തി 2 അപ്പോസ്തല പ്രവൃത്തികളിൽ നിന്നല്ല ഉപദേശം എടുക്കേണ്ടത്. അപ്പോസ്തല പ്രവൃത്തി 2 അടിസ്ഥാനം ഉപദേശം 7 എന്ന് അവർ പറയുന്നത്. പക്ഷേ ബൈബിൾ വ്യക്തമായി പറയുന്നു, എബ്രായ ലേഖനം 6-ൽ അടിസ്ഥാന ഉപദേശം 6. അപ്പം എബ്രായർ 6-ൽ അടിസ്ഥാന ഉപദേശം 6 അടിസ്ഥാന ഉപദേശങ്ങളാണ് സഭയ്ക്ക് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് എബ്രായ ലേഖനം 6-ാം അധ്യായം നിങ്ങൾ ഓപ്പൺ ചെയ്യുക, വായിക്കുക, എന്നോട് കൂടെ വായിക്കുക, ഒരുമിച്ച് വായിക്കാം. അതുകൊണ്ട് നിർജ്ജീവ പ്രവൃത്തികളെ കുറിച്ചുള്ള മാനസാന്തരം,
ദൈവത്തിങ്കലെ വിശ്വാസം, സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം, കൈവപ്പ്, മരിച്ചവരുടെ പുനരുത്ഥാനം, നിത്യശിക്ഷാവിധി. ഈ 6 അടിസ്ഥാനം. ഈ 6 അടിസ്ഥാനം. അപ്പൊ ഈ 6 അടിസ്ഥാനങ്ങളാണ് സഭയുടെ അടിസ്ഥാന പ്രമാണങ്ങളായിട്ട് വരേണ്ടത്. ഈ അടിസ്ഥാനങ്ങളിലാണ് സഭ പണിയപ്പെടേണ്ടത്. അപ്പൊ ഈ അടിസ്ഥാനത്തിലാണ് അപ്പോസ്തോലിക സഭകൾ പണിയപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ഈ അടിസ്ഥാനങ്ങളെ അവഗണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ തൃണവൽഗണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇതിനെ കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ കണ്ടാൽ കുഴപ്പമാകുമെന്ന് ഗ്രഹിച്ചുകൊണ്ട് അപ്പോസ്തല പ്രവൃത്തി 2 നിന്ന് 7 പോയിന്റ് എടുത്ത് ഒരു അടിസ്ഥാനമില്ലാത്ത ഒരു പ്രസ്ഥാനം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അതാണ് പെന്തക്കോസ്തൽ സഭകൾ. അടിസ്ഥാനങ്ങളില്ല, ഹൗസ് ബോട്ട് പോലെ ഇങ്ങനെ നിൽക്കും, ഒഴുകി നടക്കും. കാര്യം വെപ്പും കൂടിയൊക്കെ നടക്കുമെങ്കിൽ അടിസ്ഥാനമില്ലല്ലോ, ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് അതിനകത്തിരിക്കുന്നവർ മനസ്സിലാക്കണം, അടിസ്ഥാനങ്ങളില്ല. അപ്പൊ അടിസ്ഥാനം വിട്ട് വേണം വീട് പണിയാനെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അടിസ്ഥാനം വിട്ട് വേണം വീട് പണിയാൻ. അപ്പൊ അടിസ്ഥാനങ്ങൾ എവിടെയാണ്? അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിലെയാണ് അടിസ്ഥാന പ്രമാണങ്ങൾ എന്ന് അവകാശപ്പെടുകയും വാദിക്കുകയും ചെയ്യുന്ന പെന്തക്കോസ്തുകാർ. അത് അങ്ങനെയാണെന്ന് തെളിയിക്കാൻ ബാധ്യസ്ഥതയാണ്. കാരണം അപ്പോസ്തല പ്രവൃത്തി 2-ൽ അതാണ് അടിസ്ഥാനം എന്ന് എഴുതിയിട്ടുണ്ടോ? അപ്പോസ്തല പ്രവൃത്തി 2-ൽ നിങ്ങൾ സ്വതന്ത്രമായിട്ട് ചിന്തിക്കൂ. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ നിങ്ങളുടെ തലച്ചോറൊക്കെ ഓൺ ചെയ്യേ. ബാറ്ററി ഇല്ലാത്തവർ ബാറ്ററി ഇടണം, ബാറ്ററി വീക്കായി പോയവർ മാറ്റിയിടണം. എന്നിട്ട് തലച്ചോറ് വർക്ക് ചെയ്യട്ടെ. ഈ അപ്പോസ്തല പ്രവൃത്തി 2-ലാണ് അടിസ്ഥാന പ്രമാണങ്ങൾ നിങ്ങളോട് ആര് പറഞ്ഞു? അപ്പൊ എബ്രായ ലേഖനം 6-ൽ അടിസ്ഥാനങ്ങൾ ഇതാണെന്ന് പറഞ്ഞ് എഴുതിയിരിക്കുമ്പോൾ അതിനെ കണ്ടില്ല എന്ന് വെക്കുന്ന എന്തുകൊണ്ട്? എബ്രായ ലേഖനം 6-ൽ നിന്ന് അടിസ്ഥാനം എടുത്താൽ പെന്തക്കോസ്തുകാരുടെ അടിസ്ഥാനങ്ങൾ മറിഞ്ഞു പോകും. കാരണം അവിടെ കൈവപ്പ് അടിസ്ഥാന പ്രമാണമാണെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ കൈവപ്പിന് ഇത്രമാത്രം പ്രാധാന്യമുണ്ട്, കൈവപ്പ് അടിസ്ഥാന പ്രമാണമാണെന്ന് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് അതിന്മേൽ അവർ ഇടറുന്നു. അതുകൊണ്ടാണ് അവർ ഒരിക്കലും ഇത് എടുക്കാത്തത്. യോഹന്നാന്റെ സുവിശേഷത്തില് 20-ാം അധ്യായം, യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 21-ാമത്തെ വാക്യം, യേശു പിന്നെയും അവരോട്, നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. എങ്ങനെയാണ് പിതാവ് യേശുവിനെ അയച്ചത്? അവിടെ പറയാം, ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേൽ ഊതി അവരോട്, പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവീൻ. ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു, ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അവർക്ക് നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോ പാപമോചനത്തിനുള്ള അധികാരം തന്റെ അപ്പോസ്തലന്മാർക്ക് യേശു കർത്താവ് കൊടുത്തു. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. പാപമോചനത്തിനുള്ള അധികാരം അപ്പോസ്തലന്മാർക്ക് കൊടുക്കുന്നു. ഇനി അടുത്ത ചോദ്യം, ഈ 11 പേർ, ഈ 11 പേരെ എന്ത് ചെയ്യാണ്? മത്തിയാസിനെ തെരഞ്ഞെടുത്ത് അവരുടെ കൂട്ടത്തിൽ എണ്ണുകയാണ്. അവരുടെ കൂട്ടത്തിൽ എണ്ണുമ്പോൾ ആ മത്തിയാസിന് ഈ അധികാരം കിട്ടുമോ ഇല്ലയോ? ഞാൻ നിങ്ങൾക്ക് വിടുക, നിങ്ങൾ പൂരിപ്പിക്കുക. കാരണം ഈ സമയത്ത് ആ അപ്പോസ്തലന്മാർ അവിടെ നിൽക്കുന്നുണ്ട്. തോമസ് അപ്പോസ്തലൻ ആ സമയത്ത് അവിടെ ഇല്ലായിരുന്നു. പക്ഷെ തോമസ് അപ്പോസ്തലനും ആ അധികാരമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കോളേജിനാണ് ആ അധികാരം കൊടുക്കുന്നത്. അപ്പോസ്തലിക സംഘത്തിന് കൊടുക്കുന്ന അധികാരമാണ്. അതുകൊണ്ട് മത്തിയാസിനെ എണ്ണുന്ന സമയത്ത് മത്തിയാസിനും ആ അധികാരം കിട്ടുന്നു. അപ്പൊ ആ അധികാരത്തോടു കൂടിയാണ് അവർ ആ ശുശ്രൂഷ ചെയ്തത്. അപ്പൊ അത് കഴിയുമ്പോൾ അടുത്ത ആളെ അവരാക്കുന്നു. അപ്പൊ എന്റെ കൈവപ്പിനാൽ നിനക്ക് കിട്ടിയിരിക്കുന്ന വരം, എന്റെ കൈവപ്പിനാൽ നിനക്ക് കിട്ടിയിരിക്കുന്നു. ഈ പൗലൂസിന് യേശു കർത്താവ് പ്രത്യക്ഷപ്പെട്ടു. പൗലൂസിന് യേശു കർത്താവ് പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെയാണ് സംഭവം. കാരണം നമുക്ക് അപ്പോസ്തല പ്രവൃത്തി നോക്കി കഴിയുമ്പോൾ, അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിൽ, അവൻ പ്രയാണം ചെയ്ത് ദമാസ്കോസിന് സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്തു നിന്നൊരു വെളിച്ചം അവന്റെ ചുറ്റും മിന്നി. അവൻ നിലത്ത് വീണു, ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്ന എന്തെന്ന് തന്നോട് പറയുന്ന ഒരു ശബ്ദം കേട്ടു. നീ ആരാകുന്നു കർത്താവേ എന്ന് അവൻ ചോദിച്ചതിന്, നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ. നീ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെല്ലുക, നീ ചെയ്യേണ്ടത് അവിടെ വെച്ച് നിന്നോട് പറയുമെന്ന് അവൻ പറഞ്ഞു. അവനോടുകൂടെ പ്രയാണം ചെയ്ത പുരുഷന്മാർ ശബ്ദം കേട്ടു, എങ്കിലും ആരെയും കാണാതെ മരവിച്ചു നിന്നു.
ശൗൽ നിലത്തുനിന്ന് എഴുന്നേറ്റ് കണ്ണു തുറന്നാലും ഒന്നും കണ്ടില്ല. 3 ദിവസം അവൻ കണ്ണു കാണാതെയും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെയും ഇരുന്നു. എന്നാൽ അനന്യാസ് എന്നൊരു ശിഷ്യൻ ദമാസ്കോസിലുണ്ടായിരുന്നു. അവനെ കർത്താവ് ഒരു ദർശനത്തിൽ അനന്യാസ് എന്ന് വിളിച്ചു. കർത്താവ് അടിയനിതാ എന്ന് വിളി കേട്ടു. കർത്താവ് അവനോട്, നീ എഴുന്നേറ്റ് നേർവീതി എന്ന തെരുവിൽ ചെന്ന് യൂദായുടെ വീട്ടിൽ തർസോസുകാരനായ ശൗൽ എന്ന് പേരുള്ളവൻ അന്വേഷിക്കുക. അവൻ പ്രാർത്ഥിക്കുന്നു. അനന്യാസ് എന്നൊരു പുരുഷൻ അകത്തു വന്ന് താൻ കാഴ്ച പ്രാപിക്കേണ്ടതിന് തന്റെ മേൽ കൈവെക്കുന്നു അവൻ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ആ വീട്ടിൽ ചെന്ന് അവന്റെ മേൽ കൈവച്ച് അനന്യാസ്, ശൗലെ സഹോദര, നീ കാഴ്ച പ്രാപിച്ച് പരിശുദ്ധാത്മ പൂർണ്ണനാകേണ്ടതിന് നീ വന്ന വഴിയിൽ നിനക്ക് പ്രത്യക്ഷനായ യേശു എന്ന കർത്താവ് എന്നെ അയച്ചിരിക്കുന്നു. അപ്പോ യേശുക്രിസ്തു നേരിട്ട് പ്രത്യക്ഷപ്പെട്ട ശൗല്. അപ്പൊ യേശു അവനെ ഒരു പാരലലായിട്ടുള്ള ഒരു വേലയ്ക്ക് വേണ്ടി അയച്ചാ പോരായിരുന്നു. ഹലോ, ബാറ്ററി എല്ലാരും ബാറ്ററി ഇടണം. യേശുക്രിസ്തു നേരിട്ട് പ്രത്യക്ഷപ്പെടുകയാണ്. ഇന്നത്തെ പെന്തക്കോസ്തുകാരുടെ വാദം അനുസരിച്ച് ഒരു കിടിലൻ അപ്പോസ്തലൻ പൗലോസ് ശൗല്. ഗ്ലോറി. അപ്പൊ ആ ശൗലിന് യേശു പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞാൽ, ഒറിജിനൽ യേശു പ്രത്യക്ഷപ്പെടുന്നെങ്കിൽ എക്സിസ്റ്റിംഗ് അപ്പോസ്തലിക് സഭയിലേക്ക് അവനെ നയിക്കും. ഇരിക്കുന്നിടത്തിരുന്ന് രാമൻ പറഞ്ഞാട്ടെ, വിശ്വസിക്കുന്നവരും സന്തോഷിക്കുന്നവരൊക്കെ ഒരു സ്തോത്രം ചെയ്താട്ടെ. കാരണം ഇവിടെ നോക്ക്, അന്ന് ശൗലിനെ വേണേ ഒരു പാരലൽ വേലയ്ക്ക് കർത്താവിന് ഇറക്കാം. ശൗൽ അവന്മാരൊക്കെ ഇച്ചിരി ഉഴപ്പാ. അത് തന്നെയല്ല, അവരൊന്നും അത്ര കൃത്യോ കാര്യങ്ങളൊന്നും കറക്റ്റ് ഒന്നുമല്ല. നീ ശൗലിനാണേലും പറയാം, യേശു എനിക്ക് നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതാ. യേശു എനിക്ക് നേരിട്ട് പ്രത്യക്ഷപ്പെട്ട. ആദ്യകാലത്തൊക്കെ എഴുത്തിനകത്ത് പൗലൂസ് അങ്ങനെ പറഞ്ഞു, ഞാൻ അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാരിൽ ഒട്ടും കുറവുള്ളവനല്ല, എനിക്കും കർത്താവ് പ്രത്യക്ഷപ്പെട്ടിട്ടില്ലയോ. ഇങ്ങനെയൊക്കെ ആദ്യകാലത്ത് പറയുമായിരുന്നു. കുറെ കഴിഞ്ഞപ്പോഴേക്കും പൗലൂസ് തന്നെ പറഞ്ഞു, ഞാൻ ദൈവസഭ ഉപദ്രവിച്ച ഒരാളാണ്, ഞാൻ അപ്പോസ്തലൻ വിളിപ്പേരിന് പോലും യോഗ്യനല്ല. പിന്നീട് പൗലൂസ് എഴുതി, ഞാൻ അപ്പോസ്തലന്മാർ ഏറ്റവും ചെറിയവനാണ്. പിന്നെ പൗലൂസ് പറഞ്ഞു, ഞാൻ ഒരു അകാല പ്രജയാണ്, ഐ എം ആൻ അൺടൈംലി ബോൺ അപ്പോസ്തലൻ. മാസം തികയാതെ പറ്റ ഒരു പിള്ളയാണ്, അൺടൈംലി ബോൺ അപ്പോസ്തലൻ. ഇങ്ങനെ പൗലൂസിന്റെ ആ വെളിപ്പാട്. പൗലൂസ് ഏറ്റവും അവസാനം പറഞ്ഞു, ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് ഏവരും വിശ്വസിപ്പാൻ യോഗ്യമായ വചനം, ഞാൻ ആ പാപികളിൽ ഒന്നാമൻ. ഐ എം ചീഫ് അമംഗ് ഓൾ ദോസ് സിന്നേഴ്സ്. അപ്പൊ അങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് വരിക. കാരണം അത്രത്തോളം താൻ സഭയോട് ചേർന്നു. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ യേശു കർത്താവ് നേരിട്ട് പ്രത്യക്ഷപ്പെട്ടിട്ട്, യേശു കർത്താവ് നേരിട്ട് സംസാരിച്ച ശൗലിനോട് പറയാണ്, ശൗലെ, നിന്റെ മിനിസ്ട്രി എന്ന് പറഞ്ഞാൽ നീ സഭയോട് ചേർന്ന് വേണം മിനിസ്ട്രിയെ. അല്ല ദർശനം കിട്ടിയെന്നോ കർത്താവിന്റെ സ്വരം കേട്ടെന്നോ ഒന്നും പറഞ്ഞ് പാരലായിട്ട് വേല ചെയ്യുക എന്നുള്ളത് അത് ക്രിസ്തീയ സഭയുടെ ഒരു മാതൃകയല്ല. അത് തിരുവെഴുത്തിൽ നിന്ന് തെളിവ് വേണ്ട ചങ്ങാതിമാർക്ക് വേണ്ടിയാണ് ഈ തിരുവെഴുത്തിൽ നിന്ന് തെളിവെടുത്തു തരുന്നത്. ഗലാത്യ ലേഖനം 2-ാം അധ്യായം 9-ാമത്തെ വാക്യം, എനിക്ക് അഗ്രചർമ്മക്കാരുടെ ഇടയിൽ സുവിശേഷ ഘോഷണം പരമേൽപ്പിച്ചിരിക്കുന്നുവെന്ന് കണ്ടും എനിക്ക് ലഭിച്ചിട്ടുള്ള കൃപ അറിഞ്ഞും കൊണ്ട് തൂണുകളായി എണ്ണപ്പെട്ടിരുന്ന യാക്കോബും കേഫാവും യോഹന്നാനും ഞങ്ങൾ ജാതികളുടെ ഇടയിലും അവർ പരിച്ഛേദനക്കാരുടെ ഇടയിലും സുവിശേഷം അറിയിപ്പാൻ തക്കവണ്ണം എനിക്കും ബർന്നബാസിനും കൂട്ടായ്മയുടെ വലം കൈ തന്നു. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, പത്രോസിൽ നിന്നുള്ള ഒരു കൈവപ്പോടുകൂടെ പൗലൂസ് വേല ചെയ്യും വിത്ത് അപ്രൂവൽ. അപ്പൊ അന്നത്തെ തൂണുകളായി എണ്ണപ്പെട്ടിരുന്ന ആരൊക്കെയാണ്? പത്രോസും യോഹന്നാനും യാക്കോബും. ആ പത്രോസ്, യോഹന്നാൻ, യാക്കോബ് എന്ന സഭയുടെ തൂണുകളായി എണ്ണപ്പെട്ടിരുന്ന ആ 3 പേരുടെ അപ്രൂവലോടുകൂടെയാണ് തന്റെ വേല മുന്നോട്ട് പോയത് എന്ന് പൗലോസ് ശ്ലീഹ എഴുതി വച്ചിരിക്കുകയാണ്. അല്ല, യേശു എനിക്ക് നേരിട്ട് പ്രത്യക്ഷപ്പെട്ടു, നിങ്ങളേതല്ലേ യഹൂദന്മാരുടെ ഇടയിലല്ലേ, ഞാൻ ജാതികളുടെ ഇടയിലോട്ട് പൊക്കോളാം, അങ്ങനെയൊന്നും. അപ്പൊ
അപ്പൊ അതിന് സകലതും ചന്തവും ഉചിതവുമായിട്ടാണ് ആ വേല നടന്നത്. ഈ തിരുവഴുത്തിൽ നിന്ന് വേണം എന്നിങ്ങനെ പറയുന്നത് കൊണ്ടാണ് ഈ തിരുവഴുത്തിൽ നിന്ന് വായിക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മൾ തുടർന്ന് നമ്മൾ സഭയുടെ ഇതിൽ കാണുന്നത്. അപ്പൊ ഇഗ്നാത്തിയോസ് ന്യൂറോനോയെ കുറിച്ച് നമ്മൾ കേട്ടു. പിന്നീട് ഇഗ്നാത്തിയോസ് ന്യൂറോനോയുടെ എഴുത്തുകൾക്കകത്തും അതേ രീതി കണ്ടിന്യൂ ചെയ്യുന്നതായിട്ടും ആ കൈവപ്പ് തുടരുന്നതായിട്ടുമാണ് നമ്മൾ കാണുന്നത്. പിന്നെയുള്ള സഭയുടെ ചരിത്രത്തിലൂടെ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അതിന്റെ ഓറൽ ട്രഡീഷനിലാണെങ്കിലും റിട്ടേൺ ട്രഡീഷനിലാണെങ്കിലും എല്ലാം ഈ കൈവപ്പ് നിലനിൽക്കുന്നതായിട്ടും അത് അപ്പോസ്തലിക പിന്തുടർച്ച തുടരുന്നതായിട്ടും നമുക്ക് കാണാൻ പറ്റും. അതാണ് നമ്മൾ അതിന്റെ ഇത് വായിക്കുന്നത്. അതുപോലെ ക്ലമന്റ് ഒന്നാമൻ എഴുതിയിട്ടുണ്ട്. അവരെ കൺവേർട്സിനെ കൈവച്ച് അവരുടെ ആത്മാക്കളെ പരിശോധിക്കുകയും അവരെ നിയോഗിച്ച് ബിഷപ്പുമാരും ഡീക്കന്മാരും ഒക്കെ ആക്കി വെക്കുകയും ചെയ്തു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് AD 80 എഴുതിയത്. AD 80 അതായത് അപ്പോസ്തലനായ പത്രോസിന്റെ റോമിലെ ശിഷ്യനായിരുന്നു ക്ലമന്റ്. അന്ത്യോക്യയ്ക്ക് ഇഗ്നാത്തിയോസ് എങ്ങനെയാണോ അങ്ങനെ റോമിന് ക്ലമന്റ് വരുന്നത്. പത്രോസിൽ നിന്ന് കൈവപ്പൊക്കെ വാങ്ങിയ ശിഷ്യനാണ്. അപ്പൊ അദ്ദേഹം എഴുതിയിരിക്കുന്നത്, ത്രൂ കൺട്രി സൈഡ് ആൻഡ് സിറ്റി preached and they appointed their earliest converts, testing them by the Spirit to be the bishops and deacons of future believers. Nor was this a novelty, for bishops and deacons had been written about a long time early. അപ്പം നിങ്ങളത് വായിക്കുക. പിന്നെ AD 180 ഹെഗസിപ്പസ് എന്ന സഭാപിതാവിന്റെ എഴുത്തുണ്ട്. ഹെഗസിപ്പസ്, when I had come to Rome, I visited Anicetus, whose deacon was Eleutherus. And after Anicetus died, Soter succeeded, and after him Eleutherus. In each succession and each city there is a continuance of that which is proclaimed by the law, the prophets, and the Lord. അപ്പം ബിഷപ്പുമാരുടെ ഒരു തുടർച്ച, അതായത് ഒരു പിന്തുടർച്ച, കൈവപ്പിലൂടെയുള്ള പിന്തുടർച്ച. ഹെഗസിപ്പസ് പറയാണ്, നിയമവും പ്രവാചകന്മാരും കർത്താവും ആവശ്യപ്പെടുന്നു അങ്ങനെ പിന്തുടർച്ച വേണമെന്ന്. അദ്ദേഹം എഴുതിയത് AD 180 ഈ പാരമ്പര്യം വേണമെന്ന് പറയുന്നതുകൊണ്ടാണ് ഇത് പറയുന്നത്. ഐറീനിയസിന്റെ എഴുത്തുകളെ കുറിച്ച് നമ്മൾ വായിച്ചിരുന്നു. ഞാനിതെല്ലാം കൂടെ വായിച്ച് നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കാനല്ല, ധാരാളം സഭാപിതാക്കന്മാരുടെ എഴുത്തുകളിൽ ഉടനീളം അപ്പോസ്തോലിക പിന്തുടർച്ചയെക്കുറിച്ചും കൈവപ്പിനെ കുറിച്ചും ധാരാളം പരാമർശങ്ങളുണ്ട്. അതെല്ലാം ഒന്നും ഞാൻ വായിക്കുന്നില്ല. മറ്റൊരെണ്ണം നമുക്ക് വളരെ പരിചയമുള്ള ഒരു സഭാപിതാവാണ് തെർത്തുല്യന്റെ എഴുത്തിലും വളരെ വ്യക്തമായി അപ്പോസ്തോലിക പിന്തുടർച്ചയെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് എണ്ണിയാൽ തീരാത്തത്ര റെഫറൻസുകളുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. സിപ്രിയനും അഗസ്റ്റിനും അംബ്രോസും ഒക്കെ എഴുതിയിട്ടുള്ള റെഫറൻസുകൾ ധാരാളമുണ്ട്. അപ്പം അത്തരത്തിലുള്ള റെഫറൻസുകളിലേക്ക് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഞാൻ പറഞ്ഞത് നമ്മുടെ പോയിന്റ് തിരുവെഴുത്തിൽ നമുക്ക് മനസ്സിലാവും. യേശു കർത്താവ്, എന്നെ പിതാവ് എങ്ങനെ അയച്ചോ അങ്ങനെ ഞാൻ നിങ്ങളെ അയക്കും. എന്നെ പിതാവ് എങ്ങനെ അയച്ചോ അങ്ങനെ ഞാൻ നിങ്ങളെ അയക്കും. യേശു കർത്താവ് തന്റെ ശുശ്രൂഷ ഈ ഭൂമിയിൽ വന്ന് നിറവേറ്റി. നമുക്കെല്ലാം അറിയാവുന്ന പോലെ കുരിശിൽ വെച്ച് പറഞ്ഞു, സകലവും നിറവേറിയിരിക്കുന്നു, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. പിന്നീട് യേശു എന്തിന് അപ്പോസ്തലന്മാരെ ആക്കി വെച്ചു? പ്രൊക്ലൈമേഴ്സിനെ ആക്കിയാൽ പോരായിരുന്നു. ഒരു നിമിഷം എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ, പ്രേക്ഷകർ എല്ലാവരും ഒന്ന് ധ്യാനിച്ചിട്ട് ഈ ഒരു ചോദ്യത്തിന് ഉത്തരം പറ. ഇറ്റ്സ് എ ലോജിക്കൽ ക്വസ്റ്റ്യൻ. ലോജിക്കൽ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അത്ര നിസാരമല്ല. പെന്തക്കോസ്ത് ചിന്താധാരയുടെ കടക്കൽ കത്തിവെക്കല്ല, മുറിച്ച് മറിക്കുക. ഒറ്റ ചോദ്യം, യേശു എന്തിന്
അപ്പോസ്തലന്മാരെ നിയോഗിച്ചു. വാട്ട് വാസ് ദ പർപ്പസ്? യേശു കർത്താവ് കുരിശിൽ മരിച്ചു, ഉയർത്തെഴുന്നേറ്റു, സ്വർഗാരോഹണം ചെയ്തു, സകല ഭൂവാസികളെയും അനുഗ്രഹിച്ചും അവർക്ക് വേണ്ടി പ്രാർത്ഥനകൾ അർപ്പിച്ചും സ്വർഗത്തിലിരിക്കുന്നു. നമുക്കെല്ലാം നേരിട്ട് യേശു കർത്താവുമായിട്ട് ബന്ധപ്പെടാം. പിന്നെ യേശുവിനെ അറിയിക്കണം. അപ്പൊ അതിനുവേണ്ടി കുറെ പ്രൊക്ലൈമേഴ്സ്, ഇത് പ്രഘോഷകരെ അയച്ചാൽ പോരായിരുന്നു, അറിയിപ്പുകാരെ, ഇതെല്ലായിടത്തും ഒന്ന് അറിയിച്ചേക്ക്, കുറെ അറിയിപ്പുകാരെ അയച്ച പോലെ. എന്തിന് അപ്പോസ്തലന്മാരെ ആക്കി? ആ ചോദ്യത്തിന് ഉത്തരം പറയാവോ? $1 million ക്വസ്റ്റ്യൻ. എന്തിന് അപ്പോസ്തലന്മാരെ ആക്കി? ചോണയുണ്ടെങ്കിൽ ഒരു പെന്തക്കോസ്തുകാരൻ അതിന് ഉത്തരം പറ. ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ പെന്തക്കോസ്തുകാരൻ പനിച്ച് ഒരാഴ്ച കിടക്കും. ആ കിടപ്പിൽ പേടി സ്വപ്നങ്ങൾ കാണും, കിടക്കയിൽ മൂത്രം ഒഴിക്കും. കാരണം നിന്റെ ഉപദേശം മുഴുവൻ പൊളിയുമാണ്. എന്തിന് അപ്പോസ്തലന്മാരെ ആക്കി? ബ്രദറുകാരൻ 7 കണ്ടം വഴി ഓടും. ബ്രദറുകാർക്ക് ഉത്തരം പറയും എന്തിനാക്കി? നമ്മളും യേശു നേരിട്ടാണ് ബന്ധം, ഞാൻ സമ്മതിച്ചു. അങ്ങനെയാണ് എന്തിന് അപ്പോസ്തലന്മാരെ ആക്കി? ഉത്തരം പോരട്ടെ. എല്ലാവരും നേരിട്ട് യേശുവിനോട് പ്രാർത്ഥിച്ചോ, എല്ലാവരും നേരിട്ട് യേശുവിനോട് ബന്ധപ്പെട്ടോ എന്ന് പറയാൻ കുറെ പേരെ വെച്ചാൽ പോരായിരുന്നു. എന്തിന് യേശു പറയുന്നു, എന്നെ പിതാവ് അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു, നിങ്ങൾ ആരുടെയെങ്കിലും പാപങ്ങൾ മോചിച്ചാൽ അത് മോചിക്കപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിയപ്പെട്ടിരിക്കും. എന്തിന്? എന്തിന് കർത്താവ് അത് ചെയ്തു? കർത്താവ് അത് ചെയ്ത ആ സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞുപോയ ഒരു യൂദായിക്ക് പകരം എന്തിന് മത്യാസിനെ തെരഞ്ഞെടുത്തു? കർത്താവ് ദർശനത്തിൽ വിളിച്ച് ശൗലിനെ അപ്പോസ്തലനാക്കിയപ്പോൾ ആ അപ്പോസ്തലനോട് സഭയുടെ അപ്രൂവൽ വാങ്ങാൻ എന്തിന് കർത്താവ് പറഞ്ഞു? അങ്ങനെ അപ്പോസ്തലനായ പൗലൂസ് തിമോത്തിയോസിനെ എന്തിന് കൈവപ്പോടുകൂടെ ശിഷ്യനാക്കി? എന്നിട്ട് ആ തിമോത്തിയോസിനോട് എന്തിന് വിശ്വസ്തരും സമർത്ഥരുമായ മറ്റു മനുഷ്യരെ ആക്കേണ്ടതിന് കൈവച്ചാക്കാൻ എന്തിനു പറഞ്ഞു? പട്ടണം തോറും മൂപ്പന്മാരെ ആക്കി വെക്കണമെന്ന് എന്തിന് തീത്തോസിനോട് പറഞ്ഞു? ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഒരു അപ്പോസ്തോലിക പിന്തുടർച്ച എന്നുള്ള ഒരു കാഴ്ചപ്പാട്, അത് നമ്മുടെ കർത്താവിന്റെ പദ്ധതിയാണ് എന്നുള്ളതാണ്. അപ്പൊ കർത്താവ് പറയാണ്, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. എന്നെ പിതാവ് അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. അവരെ കർത്താവ് അയച്ചതുപോലെ അവർ മറ്റുള്ളവരെ അയച്ചു. അതിനെയാണ് അപ്പോസ്തോലിക പിന്തുടർച്ച എന്ന് പറയുന്നത്. ആ അപ്പോസ്തോലിക പിന്തുടർച്ച പാതാള ഗോപുരങ്ങൾക്ക് ജയിക്കാൻ കഴിയാതെ കഴിഞ്ഞ 2000 വർഷമായി ഈ ഭൂമിയിൽ നിലനിൽക്കുന്നു. ഇന്നും അപ്പോസ്തോലിക പാരമ്പര്യമുള്ള സഭയിൽ ആ അപ്പോസ്തോലിക പിന്തുടർച്ച തന്നെയാണ് നിലനിൽക്കുന്നത്. അതിന്നും ചരിത്രത്തിലൂടെ സഞ്ചരിച്ച് നമ്മുടെ കൺമുമ്പിൽ നിലനിൽക്കുകയാണ്. അതാണ് കർത്താവിന്റെ ജയം. വിക്ടറി ഓഫ് ജീസസ് ക്രൈസ്റ്റ് ദ വിക്ടർ. അല്ലാതെ ക്രിസ്തു പരാജിതനല്ല. അപ്പൊ അതാണ് പാപമോചനം. അപ്പൊ പാപമോചനം അപ്പോസ്തോലിക സഭയ്ക്ക് ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇനി നിങ്ങൾ അല്പം പശ്ചാത്തലം പഠിക്കണം. ഈ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ ഈ തിയോളജി പഠിക്കാൻ പോകുന്നതാണ് ഇതിന്റെ അബദ്ധം. പത്രോസിന്റെ അമ്മായിമ്മയ്ക്ക് പനിയായിരുന്നു എന്നുള്ളത് നമ്മൾ ഇന്നലെ കേട്ടതാണ്. നമുക്ക് എല്ലാവർക്കും മനസ്സിലായി പനിയായിരുന്നു. പക്ഷെ ഇവിടെ നമ്മൾ പഠിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഓൾഡ് ടെസ്റ്റ്മെന്റ് ബാക്ക്ഗ്രൗണ്ട് എന്താണ്? അപ്പൊ ജൂവിഷ് ബാക്ക്ഗ്രൗണ്ടിലാണ് ഈ ക്രിസ്ത്യാനിറ്റി വരുന്നത്. അപ്പൊ ആ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച്, കൾച്ചർ ആൻഡ് കോണ്ടെക്സ്റ്റ് ബാക്ക്ഗ്രൗണ്ട് ഇത് അറിയാൻ പാടില്ലാതെ ഈ കൊല്ലം ഷമീറിനെ പോലെയുള്ളവർ പ്രസംഗിക്കാൻ ഇറങ്ങുമ്പം ഇങ്ങനത്തെ അബദ്ധം പറ്റും. അത് ആ പുള്ളി തന്നെയല്ല, അത് മുമ്പിലുള്ള പെന്തക്കോസ്തുകാരെല്ലാം ഇങ്ങനെയാണ് പ്രസംഗിക്കുന്നത്. തീരെ വിവരമില്ലാത്ത കാര്യങ്ങളാണ്. കാരണം ബാക്ക്ഗ്രൗണ്ട് അറിയത്തില്ല. ആദ്യം ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് മനസ്സിലാക്കണം. പാപമോചനം എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ പഴയ നിയമം നോക്കിക്കഴിയുമ്പോൾ പൗരോഹിത്യവും പാപമോചനവുമായിട്ടാണ് ബന്ധപ്പെട്ട് നിൽക്കുന്നത്.
പൗരോഹിത്യം എന്തിനാ? നിങ്ങൾ സ്വയം ഉത്തരം കണ്ടെത്തുക. പൗരോഹിത്യം എന്തിനാണ്? പൗരോഹിത്യം എന്തിനാണ്? ഹലോ, പൗരോഹിത്യം എന്തിനാണ്? ഹലോ, നിങ്ങളൊക്കെ ബാറ്ററി വേഗം ഓൺ ചെയ്യ്, തലച്ചോറ് ഓൺ ചെയ്യട്ടെ. പൗരോഹിത്യം എന്തിനാണ്? പൗരോഹിത്യം പാപമോചനത്തിനാണ്. അപ്പൊ പാപമോചനം എന്നൊരു പരിപാടി ഉണ്ടെങ്കിൽ അവിടെ പൗരോഹിത്യമുണ്ട്. പൗരോഹിത്യം എന്നൊരു കാര്യം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ പാപമോചനമുണ്ട്. അപ്പൊ പാപമോചനം എന്ന ഒരു പ്രോസസ് ഉണ്ടെങ്കിൽ അവിടെയാണ് പൗരോഹിത്യം. അപ്പൊ യേശു കർത്താവ് പൗരോഹിത്യം കൊടുത്തോ എന്ന് ചോദിച്ചാൽ കൊടുത്തു എന്നാണ് അതിന്റെ ഉത്തരം. അതാണ് യോഹന്നാന്റെ സുവിശേഷം 20:21 എഴുതി വെച്ചിരിക്കുന്നത്. എന്താണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്? എന്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു. ആ ശിഷ്യന്മാരുടെ ഹൃദയം, അവരും എല്ലാ യഹൂദന്മാരാണ്. അതേ അർത്ഥത്തിൽ മനസ്സിലാക്കാണ്. കാരണം യേശു അവരോട് പറയാണ്, അപ്പൊ അത് കേൾക്കുകയാണ് യെരുശലേം ദേവാലയത്തിലെ പുരോഹിതന്മാരെന്ത് ചിന്തിക്കും, അവിടുത്തെ ലേവ്യരെന്ത് ചിന്തിക്കും, അവിടുത്തെ പരീശന്മാരെന്ത് ചിന്തിക്കും, അവിടെ അത് കേട്ടുകൊണ്ടിരിക്കുന്ന ശാസ്ത്രിമാർ എന്ത് ഗ്രഹിക്കും. അപ്പൊ നമ്മൾ ആ ഇമ്മീഡിയറ്റ് ഓഡിയൻസ് ഓഫ് ക്രൈസ്റ്റ് ആരായിരുന്നു? അവരെന്താ മനസ്സിലാക്കിയത്? എന്തുകൊണ്ടാണ് ഇവരെ എതിർത്തത്? എന്തുകൊണ്ടാണ് അവരെ ആക്രമിച്ചത് എന്ന് പറഞ്ഞാൽ 1500 വർഷമായി അവിടെ ഒരു ജൂവിഷ് സിസ്റ്റം, ടെമ്പിൾ സിസ്റ്റം നിൽക്കുന്നുണ്ട്. ആ ടെമ്പിൾ സിസ്റ്റത്തിനാണ് സോൾ അതോറിറ്റി വെസ്റ്റഡ് അപ്പോൺ ദാറ്റ് ടെമ്പിൾ സിസ്റ്റം ഫോർ ദ റിമിഷൻ ഓഫ് സിൻസ്, ഫോർഗീവ്നെസ് ഓഫ് സിൻസ്. പാപങ്ങളുടെ പരിഹാരവും പാപങ്ങളുടെ മോചനവും ആ യഹൂദന്മാരുടെ ദൈവാലയ സംവിധാനത്തിൽ കൊടുത്തിരിക്കുകയാണ്. അവിടെയാണ് യാഗങ്ങൾ, അവിടെയാണ് കർമ്മങ്ങൾ, അവിടെയാണ് ബലികൾ, അവിടെയാണ് പൂജകൾ, അവിടെയാണ് പ്രാർത്ഥനകൾ, അവിടെയാണ് പാപപരിഹാരം. അപ്പൊ പാപപരിഹാരം എന്നുള്ളത് ഒരു യഹൂദനെ സംബന്ധിച്ച് ഒരു ബലിയിൽ അധിഷ്ഠിതമാണ്, അതൊരു പൗരോഹിത്യത്തിൽ അധിഷ്ഠിതമാണ്. അപ്പോൾ അവന്റെ പാപമോചനവുമായിട്ട് ബന്ധപ്പെട്ടാണ് ദൈവാലയവും പൗരോഹിത്യവും നിലനിൽക്കുന്നത്. അപ്പൊ ദൈവാലയവും പൗരോഹിത്യവും നിലനിൽക്കുന്നത് പാപമോചനത്തിന് വേണ്ടിയാണ്. ആ പാപമോചനത്തിനുള്ള അധികാരം ആ ദൈവാലയത്തിൽ നിന്നും, ആ പൂജാ സമ്പ്രദായത്തിൽ നിന്നും, ആ ബലി സമ്പ്രദായങ്ങളിൽ നിന്നും, ആ ഹോൾ സാക്രിഫിഷ്യൽ സിസ്റ്റത്തിൽ നിന്നും പൊക്കിയെടുത്തിട്ട് ഈ ശിഷ്യന്മാരുടെ കയ്യിലോട്ട് യേശു കർത്താവ് കൊടുത്തിട്ട് പറയാണ്, നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ അത് മോചിക്കപ്പെട്ടിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ ഒരു പുതിയ പുരോഹിത വർഗമായിട്ട് നിയോഗിക്കുകയാണ്. അതാണ് അവിടെ സംഭവിച്ചത്. അതാണ് യേശു അവരുടെ മേൽ ഊതിയിട്ട് പറഞ്ഞത്, നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ അത് മോചിക്കപ്പെട്ടിരിക്കും. ഇപ്പൊ തെളിഞ്ഞു വരുന്നുണ്ടോ? സംശയമാ. പുരോഹിതനാക്കി യേശു പുരോഹിതനാക്കിയോ എന്നല്ലേ സംശയം? പുരോഹിതനാക്കുന്നു. കണ്ടോ പുരോഹിതനാക്കിയത്? ആ പാപമോചന അധികാരം, അതാണ് സഭയുടെ അധികാരം. അപ്പൊ യെരുശലേം ദൈവാലയത്തിന് എങ്ങനെ പാപമോചനത്തിന് അധികാരമുണ്ടായിരുന്നോ, എങ്ങനെ പാപമോചനത്തിനുള്ള പാപപരിഹാര ബലികൾ അവിടെ നടന്നിരുന്നുവോ, അതേ പാപപരിഹാര ബലിയാണ്, അതേ പാപപരിഹാര ബലിയും പാപപരിഹാര സംവിധാനവും യെരുശലേം ദൈവാലയത്തിൽ ഉണ്ടായിരുന്നു. ആ മുഴുവൻ അധികാരം ഇപ്പൊ ആർക്കാണ്? സഭയ്ക്കാണ്. അത് മുഴുവൻ ഇപ്പോൾ സഭയ്ക്കാണ്. അതുകൊണ്ടാണ് പൗരോഹിത്യം ഉണ്ട് എന്ന് ഈ പറയുന്നത്. അല്ലാതെ നമ്മള് തെറ്റായ കാര്യങ്ങളല്ല. ഒറ്റ വായനയിൽ ഇത് വായിക്കുന്നവർക്ക് ചിലപ്പോൾ അതൊന്നും കാണാൻ പറ്റിയെന്ന് വരത്തില്ല.
വെടിപ്പാക്കുന്നവരെ ക്ഷമിക്കുകയും തുടച്ചു നീക്കുകയും അവയോർക്കാതിരിക്കുകയും ചെയ്യുന്നവരുമായ ദൈവമായ കർത്താവേ, സ്നേഹപൂർവമായ നിന്റെ കാരുണ്യത്താൽ അസംഖ്യങ്ങളായ എന്റെ മഹാപാപങ്ങളെയും വിശ്വാസികളായ നിന്റെ സകല ജനങ്ങളുടെയും പാപങ്ങളെയും വായിച്ച് ഉത്തമനെ കരുണ ചെയ്യണമേ. വളരെ പ്രാർത്ഥനയിൽ ഒരു ഭാഗമാണ്. അതുകൊണ്ടാണ് അങ്ങനെ പ്രാർത്ഥിക്കുന്നത്. പാപപരിഹാര പ്രാർത്ഥന, ഊസോയോ പ്രാർത്ഥന, അത് നടക്കുന്നത് അതുകൊണ്ടാണ്. പാപപരിഹാര പ്രാർത്ഥനയുടെ സീക്രട്ട് അത്. നൽകുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ അകൃത്യങ്ങളെ ക്ഷമിക്കുകയും തുടച്ചു നീക്കുകയും അവയെ ഓർക്കാതിരിക്കുകയും ചെയ്യുന്നവനുമായ ദൈവമായ കർത്താവേ, സ്നേഹം നിറഞ്ഞ നിന്റെ കാരുണ്യത്താൽ അസംഖ്യങ്ങളായ അടിയങ്ങളുടെ മഹാപാപങ്ങളെയും വിശ്വാസികളായ നിന്റെ സകല ജനങ്ങളുടെ പാപങ്ങളെയും മായ്ച്ചു കളയണമേ. ഉത്തമനേ, ദൈവമോ, നീ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെ ഓർക്കണമേ. എന്റെ കർത്താവേ, നിന്റെ മഹാകരുണയാൽ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കളുടെയും സഹോദരീ സഹോദരങ്ങളുടെയും നേതാക്കളുടെയും ഗുരുജനങ്ങളുടെയും മരിച്ചുപോയവരുടെയും മഹത്വമുള്ള നിന്റെ വിശുദ്ധ സഭയുടെ മക്കളായ സകല വാങ്ങിപ്പോയവരുടെയും ആത്മാക്കളെ നീ ഓർത്തുകൊള്ളണമേ. ദൈവമായ കർത്താവേ, അവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും ആശ്വാസം നൽകണമേ. അവരുടെ അസ്ഥികളിൽ കരുണയും കൃപയുമാകുന്ന പനിമഞ്ഞ് തളിക്കണമേ. നിങ്ങൾ ഈ പ്രാർത്ഥനയിൽ ശ്രദ്ധിക്കണം. ഈ അവിടെ സകല മരിച്ചു പോയവർക്കും വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള എല്ലാ സകല ലോകത്തിനും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ദാറ്റ് ഈസ് ദ ചർച്ച് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അല്ലാതെ ഇത് ബ്ലസിമോടെ വയറുവേദന മാറ്റുക, ജോക്കുട്ടന്റെ വിസ അടിപ്പിക്കുക, അങ്ങനെയുള്ള ബന്ധനം, സ്തംഭനം, മാരണം, പിന്നെ വശ്യം, ഇങ്ങനത്തെ പ്രാർത്ഥനകളല്ല. മനസ്സിലായോ? അങ്ങനെ ഷക്കർമ്മങ്ങൾ ഉണ്ടല്ലോ, മാരണം, സ്തംഭനം, മോഹനം, വശ്യം, ഇങ്ങനത്തെ വിഷയങ്ങളല്ല. അതൊക്കെ ഭൗതിക വിഷയങ്ങളാണ്. ഇത് സകല ലോകത്തിന്റെയും പാപത്തിന്റെ പരിഹാരത്തിനാണ് സുറിയാനി സഭയിൽ പ്രാർത്ഥിക്കുന്നത്. ഇമാജിൻ, ഇത്രമാത്രം ദൈവസ്നേഹം പ്രതിഫലിക്കുന്ന, ഇത്രമാത്രം ദൈവത്തിന്റെ ഹൃദയത്തിന്റെ പരിച്ഛേദമായിട്ട് നിൽക്കുന്ന ഒരു സഭയും ഒരു ലിറ്റർജിയും വേറൊന്നുമില്ല. നിങ്ങളെ പ്രാർത്ഥന ശ്രദ്ധിക്കണം. ഇത് കേട്ടെ. സഹോദരീ സഹോദരങ്ങളുടെയും നേതാക്കളുടെയും ഗുരുജനങ്ങളുടെയും മരിച്ചുപോയവരുടെയും, കേട്ടോ, നേതാക്കളുടെയും ഗുരുജനങ്ങളുടെയും മരിച്ചുപോയവരുടെയും പറഞ്ഞ ഏത് മതത്തിൽ നിന്നായാലും ഏത് വിഭാഗത്തിൽ നിന്നായാലും മരിച്ചുപോയവർ. നമ്മുടെ അവിടെയുള്ള ഒരു ഹൈന്ദവ സഹോദരൻ മരിച്ചിട്ട് അവന്റെ മകൻ ആ സഹോദരന് കർമ്മങ്ങൾ ചെയ്തില്ലെങ്കിലും ഒരു പ്രശ്നവുമില്ല. തൊട്ടടുത്ത സുറിയാനി പള്ളിയിൽ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അതിന്റെ ഗൗരവം മനസ്സിലാക്കണം. എത്ര ശ്രേഷ്ഠമാണ്. യേശുക്രിസ്തുവിന്റെ നേരിട്ടുള്ള സഭയാണ്. ഓരോ സുറിയാനിക്കാരനും മനസ്സിലാക്കണം. നിങ്ങളുടെ ഉത്തരവാദിത്വം, നിങ്ങളുടെ പദവി, നിങ്ങൾ എത്രമാത്രം ദൈവികമായ ഒരു സഭയിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത് മനസ്സിലാക്കണം. ശ്രദ്ധിച്ച് കേക്ക്. ഞാൻ ഒന്നുകൂടെ പ്ലേ ചെയ്യാം. സഹോദരങ്ങളുടെയും നേതാക്കളുടെയും ഗുരുജനങ്ങളുടെയും മരിച്ചുപോയവരുടെയും, നേതാക്കളുടെയും ഗുരുജനങ്ങളുടെയും മരിച്ചുപോയവരുടെയും. അപ്പൊ നമുക്ക് സംശയം തോന്നുന്നു, ഓ അത് പാസ്റ്റർ ചുമ്മാ തള്ളുന്ന അതല്ല, മരിച്ചുപോയവരെന്ന് നമ്മുടെ സഭയിൽ നിന്ന് മരിച്ചുപോയവരെന്നുള്ളതാ അർത്ഥം ആണോ? ഒന്നുകൂടെ ശ്രദ്ധിക്കുക, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. കേട്ടോ? തന്നെ ഞങ്ങളുടെ മാതാപിതാക്കളുടെയും സഹോദരീ സഹോദരങ്ങളുടെയും
നേതാക്കളുടെയും ഗുരുജനങ്ങളുടെയും മരിച്ചുപോയവരുടെയും മഹത്വമുള്ള നിന്റെ വിശുദ്ധ സഭയുടെ മക്കളായ സകല വാങ്ങിപ്പോയവരുടെയും കേട്ടോ, മഹത്വമുള്ള നിന്റെ സഭയുടെ മക്കളായി വാങ്ങിപ്പോയ. അപ്പൊ സഭയുടെ മക്കളായി വാങ്ങിപ്പോയവർക്ക് വേണ്ടി പ്രത്യേകം പറയുന്നുണ്ട്, മരിച്ചുപോയവരെന്ന് കോമൺ ആയിട്ട് പറയുന്നുണ്ട്. അപ്പം സഭയുടെ മക്കളല്ലാതെ മരിച്ചവർക്ക് വേണ്ടിയാണ് ആദ്യത്തെ മരിച്ചുപോയവർ എന്ന് മെൻഷൻ ചെയ്യുന്നത്. ഇനി സംശയമുണ്ട്, ഞാൻ ഒന്നുകൂടെ പ്ലേ ചെയ്യാം. കാരണം ഈയിടെ ആയിട്ട് സംശയക്കാർ സ്ഥലം കൂടുന്നുണ്ട്, ഭയങ്കര ശല്യമാണ്. മരിച്ചുപോയവരുടെയും മഹത്വമുള്ള നിന്റെ വിശുദ്ധ സഭയുടെ മക്കളായ സകല വാങ്ങിപ്പോയവരുടെയും ആത്മാക്കളെ നീ ഓർത്തുകൊള്ളണമേ. ദൈവമായ കർത്താവേ, അവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും ആശ്വാസം നൽകണമേ. അവരുടെ അസ്ഥികളിൽ കരുണയും കൃപയുമാകുന്ന പനിമഞ്ഞ് തളിക്കണമേ. This is glorious gospel, embracing all universe, all humanity. അപ്പൊ മുഴുവൻ മനുഷ്യവർഗത്തെയും ആലിംഗനം ചെയ്യുന്ന പ്രാർത്ഥനയാണ് സുറിയാനി സഭയുടെ പ്രാർത്ഥന. ഇപ്പൊ കുറച്ച് കത്തോലിക്കർ ഇറങ്ങിയിട്ടുണ്ട്. കത്തോലിക്ക സഭ അങ്ങ് രക്ഷിച്ചിട്ടേ അടങ്ങത്തുള്ളൂ. അയ്യോ, എന്തോ ഒരു തീവ്രതയുള്ള കത്തോലിക്കരാണെന്നറിയോ. എനിക്ക് കുറെ പേര് മെസ്സേജ് അയക്കുന്നുണ്ട്, വോയിസ് ക്ലിപ്പ് വരെ അയച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരുത്തൻ പറഞ്ഞു, ഞാനൊരു കത്തോലിക്കനെ അറിയാമോ, കണ്ണൂരിൽ നിന്നാണ് മെസ്സേജ്. ഞാനൊരു കത്തോലിക്കനാണ്, സംഭാഷണങ്ങൾ നീണ്ടു വരികയാണ്, പാസ്റ്റർ ആണിക്കെട്ടാണ് തൊഴിക്കുന്നത്, പെന്തക്കോസിനെ ഇങ്ങനെ വിമർശിക്കരുത്. എടാ, പെന്തക്കോസിനെ വിമർശിക്കുക കത്തോലിക്കന് തോന്നുന്നതിന്റെ കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലാകാത്തത്. അപ്പൊ ഇതെന്ന് പറഞ്ഞ് ഞാൻ പിന്നെ തിരക്കി. ഞാൻ പിന്നെ പുള്ളിയെ ഫോൺ വിളിച്ച് നേരിട്ട് വിളിച്ച് കാര്യങ്ങൾ തിരക്കി വന്നപ്പോൾ പുള്ളി കരിസ്മാറ്റിക് ആണ്. കരിസ്മാറ്റിക് കത്തോലിക്കർ മനസ്സിലാക്കണം, നിങ്ങളുടെ സഭയുടെ ഭിത്തിയിലിട്ട ഓട്ടയാണ് കരിസ്മാറ്റിസം. കഴിഞ്ഞ 20 കൊല്ലത്തിനകം കത്തോലിക്ക സഭയിൽ നിന്ന് ആരെല്ലാം പെന്തക്കോസിൽ പോയിട്ടുണ്ടോ അവരെല്ലാം പോയ ഓവുചാലാണ് ഈ കരിസ്മാറ്റിക്. കരിസ്മാറ്റിക്കിലൂടെയാണ് കഴിഞ്ഞ 20 വർഷമായിട്ട് ആള് പെന്തക്കോസിൽ പോയിട്ടുള്ളത്. അടുത്തത് കരിസ്മാറ്റിക്കിലൂടെ അല്ലാതെ ഒരുത്തരും പെന്തക്കോസിൽ പോയിട്ടില്ല. കത്തോലിക്ക സഭയിൽ നിന്ന് കഴിഞ്ഞ നാളുകളിൽ പെന്തക്കോസ്, ഇത് പെന്തക്കോസിലോട്ട് പോകാതിരിക്കാൻ നല്ലൊരു സെറ്റപ്പാണ് ഈ കരിസ്മാറ്റിക് എന്നാണ് കത്തോലിക്കരെ തെറ്റിദ്ധരിപ്പിച്ചത്. കരിസ്മാറ്റിക്കിലൂടെയാണ് മുഴുവൻ പെന്തക്കോസിലോട്ട് പോയത്. ഞാൻ പെന്തക്കോസിൽ പാസ്റ്ററായത് 25 കൊല്ലം, അതുകൊണ്ട് ആളുകൾ വരുന്ന വഴി എനിക്കറിയാം. ഒരുത്തൻ കരിസ്മാറ്റിക്കിലേക്ക് പോയി കഴിയുമ്പോൾ അവിടുത്തെ പെന്തക്കോസ് പാസ്റ്റർ സന്തോഷിക്കും. കാരണം ഒരു 5-8 മാസത്തിനകം ഇവനെ നമ്മുടെ പൂണിയിൽ കൊണ്ടുവരാം. കാരണം സഭയുടെ പാരമ്പര്യങ്ങൾക്കും വിശ്വാസങ്ങൾക്കും കരിസ്മാറ്റിക്കിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവന് 3 മാസം കഴിയുമ്പോൾ ഇവന് ബിഷപ്പിനോട് പുച്ഛം തുടങ്ങും. ഈ കരിസ്മാറ്റിക്കിന്റെ ഒരു കുഴപ്പമാണ്. അതിൽ ബിഷപ്പിനോട് പുച്ഛം തുടങ്ങും. ഒരു 8 മാസം കഴിയുമ്പോൾ അച്ഛനോട് പുച്ഛം തുടങ്ങും. പിന്നെ അച്ഛന് എന്തറിയാം, കാരണം ഇവന് യോഹന്നാന്റെ സുവിശേഷം 10:10 അറിയാം, മത്തായി 10:31 അറിയാം, ലൂക്കോസ് 8:28 അറിയാം. ഇങ്ങനെ പല കുന്തങ്ങളും അവനറിയാം. അതുകൊണ്ട് അച്ഛൻ അത്ര പോരാ എന്ന് അവനങ്ങ് തോന്നും. പിന്നെ ആകെപ്പാടി അച്ഛൻ ഈ കുർബാന നടത്തുന്നു, ഇങ്ങനെയൊക്കെയുള്ള കാര്യമുള്ളൂ. അപ്പോഴേക്കും പെന്തക്കോസ്തിലെ ചങ്ങാതിമാർ വന്നിട്ട് പറയും, ഞങ്ങളുടെ കൂടെ പോരും, നിനക്കും കുർബാന നടത്താം. അങ്ങനെ അവൻ പെന്തക്കോസിലെ പാസ്റ്ററുടെ സ്കൂട്ടറിന്റെ പുറകെ ഇരുന്ന് പോവുകയും അവിടെ ചെന്ന് റൊട്ടിയും വെള്ളവും മുറിക്കാനുള്ള അവകാശം അവന് കിട്ടുകയും ചെയ്യും. ഇങ്ങനെയാണ് ഈ പെന്തക്കോസിലോട്ട് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് കത്തോലിക്ക സഭയിലുള്ളവർ മനസ്സിലാക്കുകയാണ്, ഇത് നിങ്ങൾക്കൊരു പാരയാണ്. ഈ കരിസ്മാറ്റിക്കാരെ അനിയന്ത്രിതമായിട്ട് അവരാണ് ഈ ആളെ മുഴുവൻ കുത്തിച്ചാടിക്കുന്നത്. അതുകൊണ്ട് അവർക്കിപ്പോ കത്തോലിക്ക സഭയോടങ്ങ് കൂറും സ്നേഹവും വിധേയത്വവും കൂടിയിട്ട് ഗ്ലോറിയസ് ഗോസ്പലിനെ ആക്രമിക്കുക. എന്നെ ആക്രമിക്കാൻ വേണ്ടി കുറെ കരിസ്മാറ്റിക്കാരിങ്ങനെ എന്റെ ഇൻബോക്സിൽ വന്ന് ലൈൻ നിൽക്കുന്നുണ്ട്. എന്റെ കുഞ്ഞുങ്ങളെ, കത്തോലിക്ക സഭയുടെ കൂറാണ് നിങ്ങളെ പ്രകോപിപ്പിക്കുന്നത്. പക്ഷേ സത്യത്തിൽ പെന്തക്കോസ് സഭയുടെ അടിവേരളകുന്നതിലാണ് നിങ്ങൾ പരിഭ്രാന്തരാകുന്നത്. അതെനിക്ക് മനസ്സിലാവും. അതുകൊണ്ട് കത്തോലിക്ക സഹോദരങ്ങൾ മനസ്സിലാക്കുക, കത്തോലിക്ക സഭയിലെ കരിസ്മാറ്റിക്കാര് ഇപ്പൊ ഈ ഫേസ്ബുക്കിൽ കടന്ന് തട്ടിട്ട് തുള്ളുന്നത് കത്തോലിക്ക സഭയോടുള്ള കൂറുകൊണ്ടല്ല, മറിച്ച് അവർ നാളെ ചേക്കാറാൻ ഇന്നേ പ്ലാൻ ചെയ്തിരിക്കുന്ന അവരുടെ കൂടുകൾക്ക് കീഴെ ഞാൻ തീ കൊളുത്തുന്ന കണ്ടിട്ടുള്ള വിഷമം കൊണ്ടാണ് അവർ ഗ്ലോറിയസ് ഗോസ്പലിനെ ആക്രമിക്കുന്നത്. എല്ലാ കത്തോലിക്ക കുഞ്ഞാടുകളും ശ്രദ്ധിക്കുക. കത്തോലിക്ക തിരുസഭയിലെ അംഗങ്ങളും അച്ഛന്മാരും ബിഷപ്പുമാരും മനസ്സിലാക്കുക, ഇന്നിപ്പോ കുറച്ച് കത്തോലിക്ക വോളണ്ടിയേഴ്സ് ഇറങ്ങിയിട്ടുണ്ട് ഗ്ലോറിയസ് ഗോസ്പലിനെ ആക്രമിക്കാൻ. അവരെന്തിനാണ് ആക്രമിക്കുന്നത് ചോദിച്ചാൽ, നാളെ അവർക്ക് കൂടുകൂട്ടാൻ അവരിന്നേ പ്ലാൻ ചെയ്തിരിക്കുന്ന പെന്തക്കോസ്ത് പക്ഷിക്കൂടുകളുടെ മരച്ചില്ലകൾക്ക് കീഴെ ഗ്ലോറിയസ് ഗോസ്പലുകാര് തീ വാരി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ പരിഭ്രാന്തരായിട്ടാണ് അവർ വിഷമിക്കുന്നത്. അതുകൊണ്ട് കത്തോലിക്ക സഭയിൽ ഉറച്ചു നിൽക്കുവാനും കത്തോലിക്ക സഭയോട് ചേർന്ന് നിൽക്കുവാനും ആഗ്രഹിക്കുന്ന
ഒരു വ്യക്തികൾക്കും ഒരു ഗ്രൂപ്പുകൾക്കും ഒരു കൂട്ടായ്മക്കാർക്കും ഈ ഗ്ലോറിയസ് ഗോസ്പലിനോട് ഒരു പിണക്കവും ഇല്ല. അവർക്കൊക്കെ സന്തോഷമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഈ കണ്ണൂരിൽ നിന്നുള്ള ഈ സഹോദരൻ, കണ്ണൂർ എന്ന് പറയുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട സജിത്ത് ബ്രദർ കണ്ണൂർ കേട്ടോ, അദ്ദേഹമല്ല, ഈ കണ്ണൂരിൽ നിന്ന് ഒരാൾ എനിക്ക് വോയിസ് ക്ലിപ്പ് അയച്ചിരിക്കുക, എന്നെ പേടിപ്പിക്കുക, നീ ആണിയോട് തൊഴിക്കുകയാണ്, എന്തൊരു കാര്യമാണ്. ഞാൻ ചോദിച്ചു, സഹോദരൻ കത്തോലിക്ക തന്നെ? ഞാൻ കത്തോലിക്കൻ തന്നെയാണ്, പക്ഷെ എനിക്കൊരു പെന്തക്കോസ് ആത്മാവുണ്ട്. മനസ്സിലായല്ലോ? അപ്പൊ കത്തോലിക്ക സഭയെ രക്ഷിക്കാൻ ഓസ്ട്രേലിയയിൽ നിന്നൊരു കത്തോലിക്കനാന്ന് പറഞ്ഞു, അത് തനി പെന്തക്കോസ് തിരക്കി പിടിച്ചു വന്നപ്പോൾ പുള്ളി ബ്രദറൻകാരനാ. ബ്രദർ എന്ന് പറഞ്ഞാൽ ബ്രദർ പോലെ എന്തോ ഒരു സഭ ഓസ്ട്രേലിയല്ല, അയാളുടെ പേര് ജിയോ. അയാൾ കാറിലിരുന്ന് മറ്റും ലൈവ് ചെയ്ത് നമ്മളെ ഭീഷണിപ്പെടുത്തുകയാണ്, ഞങ്ങൾ കത്തോലിക്കരാണ്. എന്ത് എല്ലാരും പറയുന്നത് ഞങ്ങൾ കത്തോലിക്കരാണ്. രവിചന്ദ്രന്റെ കൂടെ ഒരു മനുഷ്യനുണ്ട്, ജോസ്. രവിചന്ദ്രനെ നമ്മുടെ മദർ തെരേസയൊക്കെ ചീത്ത വിളിക്കുന്ന, കന്യാമറിയത്തെ ചീത്ത വിളിക്കുന്ന, യേശു ക്രിസ്തുവിനെ വരെ ചീത്ത വിളിക്കുന്ന ഒരാളാണ് ജോസ്. പക്ഷെ പുള്ളിയും പ്രസംഗത്തിൽ പറയുന്നത് ഞങ്ങൾ കത്തോലിക്കും, ഞങ്ങളുടെ മാർപ്പാപ്പ. എന്റെ പൊന്നു ജോസെ, നീ എങ്ങനെ കത്തോലിക്കനാകും? മാർപ്പാപ്പായെ ചീത്ത വിളിക്കുകയും കന്യാമറിയാമിനെ ചീത്ത വിളിക്കുകയും യേശു ക്രിസ്തുവിനെ ചീത്ത വിളിക്കുകയും മദർ തെരേസയെ പുലഭ്യം പറയുകയും ചെയ്യുന്ന രവിചന്ദ്രന്റെ ചങ്ങാതി ആയിരിക്കുന്ന എസൻസ് വേദികളിലൂടെ ഊടാടി നടക്കുന്ന ജോസ് എങ്ങനെ കത്തോലിക്കനാകും? കാരണം ഞാൻ കത്തോലിക്കനാണ് എന്ന് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞെങ്കിൽ മാത്രമേ എസൻസിന്റെ വേദിയിൽ ഇവർ സീറ്റ് കിട്ടത്തുള്ളൂ. പക്ഷെ ഇന്ന് എന്റെ ചോദ്യം ജോസിനോടുള്ള ചോദ്യമാണ്. ജോസ് പറയാണ്, ജോസ് എങ്ങനെ കത്തോലിക്കനാകും? ബൈ ബർത്ത ഓർ ബൈ ഫെയ്ത്ത് ഓർ ബൈ ചോയ്സ് ആണ്. അപ്പൊ ഈ തരത്തിലാണ്. അപ്പം പെന്തക്കോസ്തിൽ പോയിരിക്കുന്ന ഓസ്ട്രേലിയക്കാരൻ ജിയോയും പറയുന്നു ഞാൻ കത്തോലിക്കനാണ്. രവിചന്ദ്രന്റെ എസൻസ് സ്റ്റേജിൽ നിരന്തരം നിന്ന് പ്രസംഗിക്കുന്ന ജോസും പറയുന്നു ഞാൻ കത്തോലിക്കനാണ്. പെന്തക്കോസ്തിലേക്ക് പോകാൻ ഓങ്ങി നിൽക്കുന്ന കണ്ണൂരുകാരനും പറയുന്നു ഞാൻ കത്തോലിക്കനാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇവർക്കെല്ലാം നമ്മളോടാണ് എതിർപ്പ്. പക്ഷെ ഇവർക്ക് യഥാർത്ഥത്തിൽ കത്തോലിക്ക സഭയോട് കൂറൊന്നുമില്ല. അതുകൊണ്ട് ഇവരുടെ പ്രചരണങ്ങൾ കേട്ട് വിശ്വസ്തരായ സാധാരണ നല്ല കത്തോലിക്കർ ഇടറരുത്. കത്തോലിക്ക സഭയെ സംരക്ഷിക്കാനോ നന്നാക്കാനോ അല്ല ഇവരിത് പറയുന്നത്, മറിച്ച് അവർക്ക് സ്ഥാപിത താല്പര്യങ്ങളുണ്ട്. അത് നിങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കണം. ഞാനത് സന്ദർഭവശാൽ സൂചിപ്പിച്ചതേ ഉള്ളൂ. അതുകൊണ്ട് ഇതിനകത്ത് കുറെ കുഞ്ഞുങ്ങളുണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ടൊന്നും ഇടകത്തില്ല. ദൈവശാസ്ത്ര ബോധ്യങ്ങളോടുകൂടെയും കത്തോലിക്ക സഭയുടെ പഠനങ്ങൾ എന്താണ്, പ്രബോധനങ്ങൾ എന്താണ്, അവരുടെ അധ്യാപനം എന്താണ്, അവർക്ക് ഓരോരോ ഉപദേശ സംഹിതകളോടുമുള്ള നിലപാടെന്ത്, വ്യത്യസ്തതകളെ സ്വാംശീകരിക്കുവാൻ കത്തോലിക്ക സഭയുടെ എത്രമാത്രം വിശാലത അവർക്കുണ്ട്, ഇതിനെക്കുറിച്ചെല്ലാം വ്യക്തമായ ബോധ്യം ഉണ്ടായിട്ട് ആ ബോധ്യങ്ങളോടുകൂടെയാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. പിന്നെ നിങ്ങൾ മനസ്സിലാക്കുക, വൈവിധ്യങ്ങളെയും പ്രാദേശികമായ വ്യത്യാസങ്ങളെയും ഒക്കെ സ്വീകരിക്കുവാനും സ്വാംശീകരിക്കുവാനും കത്തോലിക്ക സഭ ഒരുക്കമാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുന്ന അല്ല കത്തോലിക്ക സഭയെന്ന് ഈ കത്തോലിക്ക പ്രേമികളോട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ ആരും ഇവിടെ ഇരുന്ന് ഈ ദൈവശാസ്ത്രം പറഞ്ഞു അപ്പൊ ഗ്ലോറിയസ് ഗോസ്പലിൽ വന്നു എന്നതിന്റെ പേരിൽ പനച്ചിക്കൽ അച്ഛനും പൂവനത്തിൽ അച്ഛനും ഒക്കെ എതിരായിട്ടാണ് ഇവരിങ്ങനെ പ്രചരിപ്പിക്കുന്നത്. എനിക്ക് ആ മെസ്സേജൊക്കെ ആളുകൾ അയച്ചു തന്നു. അപ്പം നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം, ഈ പനച്ചിക്കൽ അച്ഛൻ എന്ന് പറഞ്ഞാലും പൂവനത്തിൽ അച്ഛൻ എന്നൊക്കെ പറഞ്ഞാലും വളരെ അറിവുള്ള അച്ഛന്മാരാണ്, അല്ലാതെ അവരൊന്നും അബദ്ധം പറയുന്നതല്ല. അതുകൊണ്ട് അല്പമായ ബോധ്യങ്ങൾ എനിക്കുമുണ്ട്. കാരണം അങ്ങനെ ആ ബോധ്യത്തിൽ നിന്നാണ് പറയുന്നത്, അല്ലാതെ ഇവിടെ ആരും അബദ്ധത്തിൽ നിന്നോ അശുദ്ധിയിൽ നിന്നോ പറയുന്നില്ല. അത് പൗലുസ്ലിഹായെ പറ്റി ഈ ആരോപണം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പൗലുസ്ലിഹ എഴുതുന്നത്, ഞങ്ങളുടെ ഉപദേശം അബദ്ധത്തിൽ നിന്നോ അശുദ്ധിയിൽ നിന്നോ വന്നതല്ല. ഇന്ന് എനിക്കും ഈ ഗ്ലോറിയസ് ഗോസ്പലിനെ കുറിച്ച് പറയാനുള്ളത് ഇത് മാത്രമാണ്, ഞങ്ങളുടെ ഉപദേശം അബദ്ധത്തിൽ നിന്നോ അശുദ്ധിയിൽ നിന്നോ അല്ല. ഇത് അബദ്ധത്തിൽ നിന്നല്ല, അശുദ്ധിയിൽ നിന്നല്ല. ഇത് വ്യക്തമായ ബോധ്യത്തോടു കൂടിയാണ് വരുന്നത്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് ആദ്യം മുതൽ ഉണ്ടായിരുന്നു. ഇപ്പൊ തന്നെ നിങ്ങൾ നോക്കുക, ഈ സജിത്ത് ബ്രദറിനെ നോക്ക്. എന്നോട് പെന്തക്കോസ്തിൽ നിന്നുള്ള ഏറ്റവും ഫ്രണ്ട്സ് ആയിട്ടുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ സജിത്തിനെ പറ്റിയാണ് ചോദിക്കുന്നത്. പ്രത്യേകിച്ച് പാസ്റ്റേഴ്സ് ആയിട്ടുള്ള പേഴ്സണലായിട്ട് ഇപ്പോഴും വളരെ ബന്ധമുള്ള പാസ്റ്റേഴ്സ് ധാരാളമുണ്ട്. ഇന്ന് ഈ ലൈവിന് തൊട്ടു മുമ്പ് ഒരു പാസ്റ്റർ എന്നെ വിളിച്ച് വർത്തമാനം പറഞ്ഞു. ഈ പാസ്റ്റർമാരെല്ലാം ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യമാണ്, സജിത്ത് എന്തിനു പോയി? കാരണം സജിത്തിന് എന്തായിരുന്നു കുറവ്? കാരണം ഇവിടെ ആകുമ്പോൾ ഫുൾ അതോറിറ്റി അല്ലേ. പെന്തക്കോസ്തിൽ എനിക്ക് മീതെ ഒന്നുമില്ല, എന്റെ രാജകൊട്ടാരത്തിന് മതിലുകളില്ല, എനിക്ക് മീതെ എന്റെ നാട്ടിൽ രാജാക്കളില്ല എന്ന് പണ്ടൊരു സിനിമാ പാട്ടുണ്ടായിരുന്നു. എന്ന് പറഞ്ഞതുപോലെ
സജിത്ത് ഗ്രേസ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിരിക്കുമ്പോൾ സജിത്തിന് മുകളിൽ രാജാക്കളില്ല, ചോദിക്കാനില്ല, ആളില്ല, ഒന്നുമില്ല, തലയ്ക്ക് മുകളിൽ ഫുൾ അതോറിറ്റി നിൽക്കുകയാണ്. അത്രയും സർവതന്ത്ര സ്വതന്ത്രനായി അധികാരത്തോടെ വാഴ. കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടോ, പിന്നെ ഒരാൾ വളരെ അഭിമാനത്തോടെ പറയാണ് ഞങ്ങൾ 150 കോടിയുടെ പ്രോപ്പർട്ടി വാങ്ങിക്കഴിഞ്ഞു, ഇനി അതിനകത്ത് 200 കോടിയുടെ കെട്ടിടം പണിയും. ആരുടെ പേരിലാണ്? എത്ര തലമുറ നിന്നാലാണ് ഒരു ശരാശരിക്കാരന് ഈ 150 കോടി രൂപ സമ്പാദിക്കാൻ കഴിയുന്നത്? അതൊരു വ്യക്തി സമ്പാദിച്ചു. അതിനകത്ത് അംഗങ്ങൾ അതിൽ അഭിമാനിക്കുകയാണ്. നിങ്ങളെ വിഡ്ഢികളാക്കണം. പക്ഷെ നിങ്ങളുടെ ഇടവപ്പള്ളി നിൽക്കുമ്പോൾ നിങ്ങൾ 10 രൂപ 15 രൂപ ഇടത്തില്ല നേർച്ച, പിന്നെ ചുരുട്ടിപ്പിടി. ഈ ഓർത്തഡോക്സുകാരൻ അവനെ ഈ ഗ്രൂപ്പിൽ കൊണ്ടുപോയി കഴിയുമ്പോഴേക്കും അവന്റെ വസ്തു വരെ എഴുതി കൊടുക്കും. എനിക്കറിയാം, ഈ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് സ്വർഗീയവിരുദ്ധി പോയ ഒരു അച്ചായൻ അവിടെ കൺവെൻഷൻ നടത്താൻ വേണ്ടി 20 സെന്റ് സ്ഥലം വിറ്റു കൺവെൻഷൻ നടത്തി. പക്ഷെ ആ അച്ചായന് ഓർത്തഡോക്സ് പള്ളിയിലായിരുന്നപ്പം ഒരു കെട്ടുതെങ്ങ് പോലും കൊടുത്തിട്ടില്ല പള്ളിക്ക്. കെട്ടുതെങ്ങ് എന്ന് പറഞ്ഞ് ഉണ്ടല്ലോ, നമ്മുടെ വീട്ടിൽ ഇങ്ങനെ തെങ്ങുണ്ടെങ്കിൽ ഒരു തെങ്ങ് കെട്ടുതെങ്ങാക്കും, അല്ല 2 തെങ്ങ് കെട്ടുതെങ്ങാക്കും, ഒരു കെട്ട് വെക്കാം. അത് പള്ളിയുടെ തെങ്ങാണ്. ആ തെങ്ങേന്ന് തേങ്ങ പറിക്കുന്ന പള്ളിയുടെ പരവം വന്നാണ് പറിച്ചുകൊണ്ട് പോകുന്നത് പള്ളിക്ക്. അത് പറഞ്ഞാൽ പഴയ കാലത്ത് അങ്ങനെയാ, ഈ പൈസ അധികം, ഈ നോട്ടുകൾ അധികം ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ കെട്ടുതെങ്ങൊക്കെ പള്ളിക്ക് ഡെഡിക്കേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഒരു മരം അത് പള്ളിക്കുള്ള മരമായിട്ടൊക്കെ വെക്കും. അപ്പൊ പഴയ കാലത്ത് അപ്പൊ അങ്ങനെ പള്ളിയിൽ നിന്ന സമയത്ത് പള്ളിക്ക് വേണ്ടി ഒന്നും ചെയ്യാതെ നിന്ന ആളാണ്. പക്ഷെ ഇവിടെയായിട്ട് വരുമ്പോൾ ഇവരങ്ങ് ഉദാരമതികളാകുക. ഉദാരമതി ഒന്നും ആകുന്നല്ല, ഇവരെ ചൂഷണം ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഇവർ ചൂഷണം ചെയ്യപ്പെട്ടു. ഒരു വ്യക്തി 150 കോടി രൂപയുടെ സ്വത്ത് സമ്പാദിച്ചു. ഇനിയും കോടാനുകോടി ഉണ്ട്, അതിനകത്തെല്ലാം പണിയും പൊക്കും. ആർക്ക്? ഇതെല്ലാം വ്യക്തികൾക്കാ. പക്ഷേ നിങ്ങളൊരു കത്തോലിക്ക പള്ളിയിലോ ഒരു ഓർത്തഡോക്സ് പള്ളിയിലോ നിൽക്കുമ്പം അവിടെ 10 രൂപ ഇടുന്ന നിങ്ങൾ 100 ഇട്, അല്ലെങ്കിൽ 1000 ഇട്. നിങ്ങൾ അല്ലെങ്കിൽ അവിടെ അച്ഛന്മാരാരും നിങ്ങളെ പ്രേരിപ്പിക്കുകയും നിങ്ങളെ ഇങ്ങനെ ഇളക്കി നിങ്ങളിൽ നിന്ന് പൈസ ചൂഷണം ചെയ്യാൻ വേണ്ടിയുള്ള ദ്രവ്യാഗ്രഹത്തിന്റെ കൗശലവാക്ക്, ചക്കരവാക്ക്, മുഖസ്തുതി ഇതൊന്നും പറയത്തില്ല. നിങ്ങൾ അറിഞ്ഞു ചെയ്യണം. കാരണം ആ പള്ളിയിൽ നിങ്ങൾ പണമിട്ടാൽ അത് ആ ദേശത്ത് വെളിച്ചമാവും. അവിടെ ഒരു സ്കൂളോ, അവിടെ ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രമോ, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു ഫുഡ് ചെയിനോ, അല്ലെങ്കിൽ പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു പരിപാടിയോ എന്തെങ്കിലും ഒന്ന് നടക്കും. അപ്പൊ അത് ആ ദേശത്തുള്ള ജാതിമത ഭേദമന്യേ ആ ദേശത്തിനൊരു അനുഗ്രഹമായി തീരും. അപ്പൊ ഒരു കത്തോലിക്ക പള്ളിയിലോ ഒരു ഓർത്തഡോക്സ് പള്ളിയിലോ നിങ്ങളൊരു നേർച്ചയിട്ടാൽ അത് ദേശത്ത് വെളിച്ചമായി തീരും. പക്ഷെ പെന്തക്കോസ്തിൽ കൊണ്ട് സ്തോത്രകാഴ്ച ഇട്ടാൽ അതൊരു വ്യക്തിക്ക് നേട്ടമായി തീരും. വ്യക്തിപരമായി അവർ സ്വത്ത് സമ്പാദിക്കും. ഇതതിന്റെ വ്യത്യാസം. ഇത് ഞാൻ എത്രയോ പ്രാവശ്യമായി നിങ്ങൾക്ക് നിങ്ങളുടെ ആ ബാറ്ററി മാറിയിട്ടില്ല. എനിക്ക് തോന്നുന്നത് C ബാറ്ററി ഇടേണ്ട സ്ഥലത്ത് നിങ്ങൾ AA ബാറ്ററി ഇട്ടിരിക്കുക. അതുകൊണ്ട് നിങ്ങളുടെ കറക്റ്റ് ബാറ്ററിയുടെ നിങ്ങളുടെ തലച്ചോറിനകത്ത് ബാറ്ററി ഇടും മക്കളെ. ശരിയായ ബാറ്ററി ഇട്ടിട്ട് ഓൺ ചെയ്യ്. അപ്പൊ ആ കാര്യത്തിൽ സജിത്ത് ബ്രദർ അഭിമാനത്തോടെ പറഞ്ഞു, ഞാൻ ആരോടും ഇന്നുവരെയും ഇവിടെ എനിക്ക് പൈസ കൊണ്ട് തരാൻ പറഞ്ഞിട്ടില്ലെന്ന് കഴിഞ്ഞ പ്രാവശ്യം. എന്നിട്ട് ഓപ്പൺ ചലഞ്ച് ചെയ്ത് ആരോടെങ്കിലും പറഞ്ഞു. അവരാരും പറഞ്ഞു ഞങ്ങളോട് പറയാറില്ല. അവിടെ സ്വമേധ ചെയ്യുകയാണ്. ഇന്ന് ഗ്രേസ് കമ്മ്യൂണിറ്റി ഇന്നലെ എന്നെ കാലിഫോർണിയ ഈ സ്പ്രിങ്സിൽ നിന്ന് ഒരു ഫാമിലി എന്നെ വിളിച്ചു. ഇറ്റ്സ് എ പെന്തക്കോസ്റ്റൽ ഫാമിലി. അവര് ഡിസൈഡ് ചെയ്തിരിക്കുകയാണ് തിരിച്ച് കാത്തലിക്കിലേക്ക് പോകാൻ വേണ്ടി. പക്ഷെ അവർ താമസിക്കുന്ന സ്ഥലത്ത് മലയാളം കത്തോലിക്ക പള്ളിയിൽ അതിന്റെ പ്രൊസീജിയറിനെ പറ്റി എന്നോട് ചോദിച്ചു. അത് കത്തോലിക്ക സഭയിലുള്ള ആരെങ്കിലും കോൺടാക്ട് ചെയ്താൽ ആ ഫാമിലിയെ കോൺടാക്ട് ചെയ്ത് കൊടുക്കണം. അപ്പൊ അവരെന്നോട് ഈ സജിത്ത് ബ്രദറിനെ പറ്റി ചോദിച്ചു. സജിത്ത് ബ്രദർ പോയി എന്ന് പറഞ്ഞിട്ട് ഇന്നലെ ഞങ്ങൾ അദ്ദേഹത്തിന്റെ ലൈവ് കണ്ടല്ലോ ഗ്രേസ് കമ്മ്യൂണിറ്റി, അത് എന്തുകൊണ്ടാണ്? അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, ഗ്രേസ് കമ്മ്യൂണിറ്റി അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തോളാൻ കത്തോലിക്ക സഭ അനുവദിച്ചിട്ടുണ്ട്. ഇപ്പം ബിഷപ്പിന്റെ അപ്രൂവലോടുകൂടിയാണ് അവരത് ചെയ്യുന്നത് എന്നൊക്കെ അവർക്ക് പറഞ്ഞു കൊടുത്തു. അപ്പൊ ഞാൻ പറഞ്ഞത്, സ്വയമായിട്ട് അങ്ങനെ ഒരു മുഖം ഏറ്റെടുക്കാൻ, അല്ലെങ്കിൽ എനിക്കൊരു അധികാരത്തിന്റെ കീഴിൽ നിൽക്കണം, അത് അല്പം ബുദ്ധിമുട്ടാണെങ്കിലും ആ മുഖം, എന്റെ മുഖം മൃദുവും എന്റെ ഭാരം ലഘുവുമാകുന്ന യേശു കർത്താവില്ല, ആ മുഖത്തെ സന്തോഷത്തോടെ ഏൽക്കുവാൻ ബ്രദർ സജിത്ത് തയ്യാറായി. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ അപ്പോസ്തോലിക പിന്തുടർച്ച എന്ന മഹായാഥാർത്ഥ്യം, ആ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കുകയാണ്. ആ യാഥാർത്ഥ്യത്തെ അംഗീകരിച്ചിട്ട് അപ്പോസ്തലനായ പൗലൂസിന് യേശു നേരിട്ട് പ്രത്യക്ഷപ്പെട്ട, എന്നിട്ട് എന്ത് ചെയ്യുക, കൂട്ടായ്മയുടെ വലങ്കരത്തിന് വേണ്ടി തൂണുകളായി എണ്ണപ്പെട്ട കേഫാവിന്റെയും യാക്കോബിന്റെയും യോഹന്നാന്റെയും അടുത്തേക്ക് കയറിപ്പോയതുപോലെ കത്തോലിക്ക തിരുസഭയിലേക്ക് ബ്രദർ സജിത്ത് പോയി. അത് സുബോധം എന്നതാണ്. അതാണ് സുബോധമാണ്. അത് എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം.
ഇതൊരു യാഥാർത്ഥ്യമാണ്. യേശുക്രിസ്തു സ്ഥാപിച്ച സഭ. ആ സഭ നിലനിൽക്കുമ്പോൾ വ്യക്തിപരമായ നേട്ടത്തിനും വ്യക്തിപരമായ സ്വത്ത് സമ്പാദനത്തിനും വേണ്ടി ചില തൽപര കക്ഷികൾ ജിമ്മിക്ക് കാണിക്കുകയും ഇമിറ്റേറ്റ് ചെയ്യുകയും മിമിക്രി കാണിക്കുകയും ചെയ്യുന്ന കൂട്ടങ്ങളിലാണ് നിങ്ങൾ പെട്ടിരിക്കുന്നത്. അത് ചർച്ചല്ല, 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 സഭയല്ല. അത് സഭയല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അത് ചാക്കോച്ചന്റെ ഒരു കൂട്ടമാണ്. ബൈ ബൈ. അത് ചെറിയാച്ചന്റെ ഒരു കൂട്ടമാണ്. ബൈ ബൈ. അത് അമ്മണിയമ്മയുടെ ഒരു കൂട്ടമാണ്. ഷേർലി സിസ്റ്ററുടെ സഭയാണത്. മനസ്സിലാക്കുക. നിങ്ങൾ അതിനകത്താ പെട്ടിരിക്കും. അതിനകത്ത് നിന്ന് മാറുക. അപ്പസ്തോലിക സഭയിലേക്ക്, ഹിസ്റ്റോറിക്കൽ ചർച്ചിലേക്ക് റീജോയിൻ ചെയ്യുക. മടങ്ങുക. അവർ നിങ്ങളെ സ്നേഹത്തോടെ സ്വീകരിക്കും. നിശ്ചയമായിട്ടും. അതുകൊണ്ട് പാപമോചനവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇത്ര വലിയ, നമ്മുടെ വിഷയം അങ്ങനെ മാറിപ്പോയി. അപ്പൊ ഇത്ര വലിയ ഒരു ദൈവശാസ്ത്രം നമുക്ക് കിട്ടിയിരിക്കുന്ന, ഇത്ര കൃത്യമായ, എത്ര സ്നേഹത്തോടെയാണ് ലോകത്തിന് മുഴുവൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ലോകത്തിന് മുഴുവൻ വേണ്ടിയാണോ? എല്ലാം മറ്റു മതങ്ങളിൽ നിന്ന് വരെ മരിച്ചുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയല്ലേ. ആ സുറിയാനി കുർബാന അർപ്പിക്കുന്ന അച്ഛന്മാരുടെ ഒരു ഭാഗ്യം നിങ്ങളൊന്ന് ഓർത്തു നോക്കി. എന്തോ ഒരു വലിയ സംഭവമാണ്. കാരണം ലോകത്തിന്റെ പാപത്തെ, എന്നെ കേൾക്കുന്ന നേരിൽ അച്ഛന്മാരുണ്ട്, ഓർത്തോണം. നിങ്ങൾ എന്തോ പുണ്യമാണ്. കാരണം ആ കൃത്യമായ വിഭാഗീയതയില്ലാതെ, ഇതിൽ എന്നാ പറയുന്നേ, ഹൃദയത്തിന്റെ ഞെരുക്കമില്ലാതെ, വിഭാഗീയതയില്ലാതെ, ശുഷ്കിച്ച മനസ്സുകൾ, ശുഷ്കമായ മനോഭാവമില്ലാതെ, വളരെ വിശാലമായിട്ട് ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ക്രിസ്ത്യാനികളുടെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെന്നല്ല, കത്തോലിക്കരുടെ പാപത്തെ ചുമക്കുന്ന ദൈവ കുഞ്ഞാടെന്നല്ല, ഓർത്തഡോക്സുകാരുടെ പാപത്തെ ചുമക്കുന്ന, അങ്ങനെയൊന്നുമില്ല. ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവ കുഞ്ഞാട്. ആ സെൻസിൽ യേശുക്രിസ്തുവിന്റെ പാപപരിഹാര ബലി അങ്ങോട്ട് സ്വീകരിച്ചിട്ട് ഈ കുർബാനക്കകത്ത് പറയാണ്, ഞങ്ങളുടെ ഈ ലോകത്തിനു വേണ്ടി, ഞങ്ങളുടെ ഗുരുക്കന്മാർക്ക് വേണ്ടി, നാരായണൻ സാറും ഒക്കെ നമ്മുടെ ഗുരുക്കന്മാരല്ലേ, സരോജിനി ടീച്ചറും അല്ലേ, മുഹമ്മദ് മാഷും, ഈ പറഞ്ഞ എല്ലാ ഗുരുക്കന്മാർക്കും വേണ്ടി പ്രാർത്ഥിക്കുക മധുബായിൽ നിന്ന്. അപ്പൊ താഴെ നിൽക്കുന്ന ആളുകളുടെ ഗുരുക്കന്മാർ ഏതൊക്കെ മതത്തിൽപ്പെട്ടതാ? ഏതെല്ലാം മതത്തിൽപ്പെട്ട ആളുകളുണ്ട്. അയ്യപ്പൻപിള്ള സാറുണ്ട്, കേശവൻപിള്ള സാറുണ്ട്, ഇവരെല്ലാം ഉണ്ടല്ലോ നമ്മുടെ സാറുമാരല്ലേ, അല്ലേ, ചെല്ലപ്പൻ സാറുണ്ട്. അപ്പൊ നിങ്ങൾ ആ പള്ളി താഴെ നിൽക്കുന്ന എല്ലാ ഹോൾ കോൺഗ്രിഗേഷന് വേണ്ടി അച്ഛൻ നിന്നിട്ട് പ്രാർത്ഥിക്കുകയാണ്, ഞങ്ങളുടെ ഗുരുക്കന്മാർക്ക് വേണ്ടി എന്ന് പ്രാർത്ഥിക്കുന്ന താഴെ നിൽക്കുന്ന വിശ്വാസികൾ മനസ്സിലാക്കണം, നിങ്ങളുടെ എല്ലാ സാറുമാർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. എന്നിട്ട് ഞങ്ങളുടെ മരിച്ചുപോയവർക്ക് വേണ്ടി അങ്ങനെ രഞ്ജൻ ജോയി, അങ്ങനെ മടങ്ങാൻ ഈ ലൈവ് ഒന്നും പോരാ. ശിബിച്ചായ മനസ്സിലായി മോനെ, ഈ ലൈവ് പോരാ. എനിക്കറിയാം ഞാൻ ഈ സംസാരിക്കുന്ന ആരോടാണെന്ന് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നാണയം ചവിട്ടി പിടിച്ച് നിൽക്കാത്തവർക്ക് വേണ്ടിയുള്ള ലൈവ്. ആ കഥ നിങ്ങൾ കേൾക്കാത്തവര് ഞാൻ 2-3 പ്രാവശ്യം പറഞ്ഞല്ലേ, ബോറായിപ്പോ. അതായത് ഞങ്ങളുടെ സ്കൂളില് ഒരുത്തൻ ലേറ്റ് ആയിട്ട് വന്നു 10 ക്ലാസ് തുടങ്ങുമ്പോൾ 10:30 അപ്പൊ അവനോട് സാറ് ചോദിച്ചു, നീ എവിടെയായിരുന്നടാ? അപ്പൊ പറഞ്ഞു, ഞാൻ പോരുന്ന വഴിക്ക് ഒരാളുടെ ഒരു വെള്ളി രൂപ കാണാതെ പോയി, അതിന് ഞാൻ എല്ലാവരുടെ കൂടെ തപ്പുമായിരുന്നു പറഞ്ഞു. അതിന് നീ എന്തിനാ താമസിച്ചു ചോദിച്ചു. ഞാൻ അവിടെ നിൽക്കുകയായിരുന്നു. നീ എന്തിനാ അവിടെ നിന്നേ? അത് സാറേ ഞാൻ അത് ചവിട്ടി പിടിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പൊ ഒരുത്തന്റെ നാണയം പോയി, ഇവനത് ചവിട്ടി പിടിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു, അതുകൊണ്ട് എനിക്ക് പോരാൻ പറ്റിയില്ല. മോന് വിഷയം മനസ്സിലായോ? അങ്ങനെ നാണയങ്ങൾ ചവിട്ടി പിടിച്ചുകൊണ്ട് ആരെങ്കിലും ഒക്കെ നിപ്പുണ്ടേ അവരോടല്ല ഈ ലൈവ്. നിങ്ങൾ അവിടെ നിൽക്കേ. അങ്ങനെ നാണയങ്ങൾ ചവിട്ടി പിടിച്ചുകൊണ്ട് നിൽക്കാത്തവർക്ക് വേണ്ടിയുള്ള ലൈവാണ്. പോരെ ഇങ്ങോട്ട് പോരെ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടി. അപ്പൊ ഈ മുഴു ലോകത്തിന് വേണ്ടിയും ഈ പാപപരിഹാരം നൽകുന്ന, പുണ്യമാക്കുന്ന, വെടിപ്പാക്കുന്ന ഈ കർത്താവിന്റെ പ്രാർത്ഥന ഈ മുഴു ലോകത്തിന് വേണ്ടിയും അർപ്പിക്കാൻ ഭാഗ്യം കിട്ടുന്ന ഏത് മതത്തിൽപ്പെട്ട ഏത് പുരോഹിതന് കിട്ടും? കൊതിക്കുകയല്ലേ. മനസ്സിലാകുന്നുണ്ടോ? ഒരു സുറിയാനി പുരോഹിതനെ സംബന്ധിച്ച് നിങ്ങൾ ഓർത്തേ, അവന്റെ ആ ചെറിയ കൂട്ടായ്മയിൽ, ആ സെക്റ്റിൽ, അവന്റെ ആ ചെറിയ സെക്റ്റിന് വേണ്ടി മാത്രം, ഇപ്പൊ ക്രിസ്ത്യാനിയാണെ തന്നെ അല്ലെങ്കിൽ ആ വിഭാഗത്തിന് വേണ്ടി മാത്രം
പെന്തക്കോസിലാണെങ്കിൽ എല്ലാ പെന്തക്കോസുകാരും ഉൾക്കൊള്ളത്തില്ല. TPM കാരൻ പറയും IPC കാരൻ ചെന്നാൽ ഒന്നുകൂടെ മുക്കും, നീ അത്രയ്ക്ക് ശരിയായിട്ടില്ലെന്നാണ്. അപ്പൊ അത്രമാത്രം വൈരുദ്ധ്യമാണ്. പക്ഷെ ഇവിടെ നോക്ക്, ഇവിടെ നിന്ന് ഈ സുറിയാനി കുർബാന ചൊല്ലുന്ന പുരോഹിതന്റെ ഭാഗ്യം നോക്കി. അവനെ സംബന്ധിച്ച് അവന്റെ ഹൃദയത്തിന് മതിലുകളില്ല, അവന്റെ ഹൃദയത്തിന് വേർതിരിവുകളില്ല, വേലിക്കെട്ടുകളില്ല. അവൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പിന്നെ എല്ലാ സ്ഥലത്തു നിന്നും വാങ്ങിപ്പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇത്രമാത്രം എല്ലാവരെയും ഉൾക്കൊണ്ട് ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അതിലും വലിയ ഭാഗ്യമുണ്ടോ? അതിലും വലിയ പുണ്യമുണ്ടോ? ആ പ്രാർത്ഥനയ്ക്ക് താഴെ നിന്ന് ആമേൻ പറയാൻ ഭാഗ്യം കിട്ടുന്നവനോ? നിങ്ങളുടെയൊക്കെ ഭാഗ്യം ഭയങ്കര വലുതാണ്. നിങ്ങൾ ആ പ്രാർത്ഥന ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് നിങ്ങൾ ഇതിന്റെ ഭാഗ്യം മനസ്സിലാക്കാത്തത്. അതിന്റെ പ്രാധാന്യം, അതിന്റെ ആ പ്രസക്തി എത്ര വലുതാണെന്ന് ശ്രദ്ധിച്ചേക്ക്. ദൈവമായ കർത്താവേ, അവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും ആശ്വാസം നൽകണമേ. ഞങ്ങളുടെ മാതാപിതാക്കളുടെയും സഹോദരീ സഹോദരങ്ങളുടെയും നേതാക്കളുടെയും ഗുരുജനങ്ങളുടെയും മരിച്ചുപോയവരുടെയും മഹത്വമുള്ള നിന്റെ വിശുദ്ധ സഭയുടെ മക്കളായ സകല വാങ്ങിപ്പോയവരുടെയും ആത്മാക്കളെ നീ ഓർത്തുകൊള്ളണമേ. ദൈവമായ കർത്താവേ, അവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും ആശ്വാസം നൽകണമേ. അവരുടെ അസ്ഥികളിൽ കരുണയും കൃപയുമാകുന്ന പനിമഞ്ഞ് തളിക്കണമേ. കർത്താവേ, മഹത്വനാഥ മശിഹാരാജാവേ, ഞങ്ങൾക്കും അവർക്കും നീ വിമോചകനും വിമോചനവും ആയിരിക്കണമേ. കർത്താവേ, ഞങ്ങൾക്ക് ഉത്തരമരുളയണമേ. ഞങ്ങളുടെ തുണയ്ക്കായി എഴുന്നള്ളണമേ. ഞങ്ങളെ സഹായിപ്പാൻ വന്നു ചേരണമേ. ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും സ്വീകരിക്കണമേ. ദൈവമേ, സകല കഠിനമായ ശിക്ഷകളും ദയാപൂർവം ഞങ്ങൾ നിന്ന്. അപ്പൊ ഈ പ്രാർത്ഥന നിങ്ങൾ ആ ഹുസോയോ നിങ്ങൾ കേൾക്കുക. അത് മാത്രം, അത് ലോകത്തെ മുഴുവൻ റെപ്രസെന്റ് ചെയ്താണ് ഈ ചർച്ച് ദൈവസന്നിധിയിൽ നിൽക്കുന്നത്. അതാണ് യേശു കർത്താവ് പറഞ്ഞത്, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. പിതാവ് തന്നെ അയച്ചത് എങ്ങനെയാ? ഫോർ ഗോഡ് സോ ലവ്ഡ് ദ വേൾഡ് ആൻഡ് സെന്റ് ഹിസ് സൺ. അപ്പം ദൈവം ലോകത്തെ സ്നേഹിച്ചിട്ടാണ് പുത്രനെ അയച്ചത്. അപ്പൊ ഞാൻ അങ്ങനെ അയക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ലോകത്തെ മുഴുവൻ സ്നേഹിക്കണം. ആ വാക്ക് എക്സാക്ട്ലി റിഫ്ലക്ട് ചെയ്തിരിക്കുന്ന ലിറ്റർജിയാണ് സുറിയാനി സഭയുടെ ലിറ്റർജി. ലോകത്തുള്ള മുഴുവൻ പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ലോകത്തുള്ള മുഴുവൻ മരിച്ചുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, എല്ലാ ഗുരുക്കന്മാർക്ക് വേണ്ടിയും എല്ലാ വാങ്ങിപ്പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ലോകത്തെ മുഴുവൻ സ്നേഹിക്കുന്നു. ബ്ലസ്സിമോടെ ബ്ലസ്സിമോളെ കെട്ടിച്ചു വിട്ടെന്ന് ഈയിടെ ആരണ്ട് പറഞ്ഞു. ആവട്ടെ. അപ്പൊ ഇത് നമ്മളിപ്പോ അതൊന്നും അല്ല പ്രാർത്ഥന. അപ്പൊ കർത്താവ് പറഞ്ഞതുപോലെ കർത്താവിന്റെ സഭ എത്ര കൃത്യമായിട്ട് ഉള്ള സഭ. അപ്പൊ യേശു കർത്താവ് പറയാണ്, ഇത് എന്റെ ശരീരമാകും. അപ്പൊ അത് ഏറ്റവും വലിയൊരു പ്രസക്തിയുള്ള കാര്യമാണ്. അപ്പൊ കർത്താവിന്റെ ശരീര രക്തങ്ങൾ ഇല്ലാത്ത ഒരു സഭ എന്ന് പറയുമ്പോ അത് കർത്താവിന്റെ സഭയല്ല. കർത്താവിന്റെ സഭയിൽ കർത്താവിന്റെ ശരീര രക്തങ്ങളുണ്ട്. അപ്പൊ ട്രൂ ചർച്ച്, അപ്പൊ നിങ്ങൾക്ക് മാർക്സ് ഓഫ് എ ട്രൂ ചർച്ച്, ഒരു യഥാർത്ഥ സഭയുടെ അടയാളമാണെങ്കിൽ അവിടെ അപ്പോസ്തോലിക പിന്തുടർച്ചയും പൗരോഹിത്യവും ഉണ്ടായിരിക്കും. അവിടെ പാപമോചനത്തിലുള്ള അധികാരമുണ്ടായിരിക്കും. നാലാമത് അവിടെ കർത്താവിന്റെ രക്തശരീരങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ കർത്താവിന്റെ നിങ്ങൾ പോകുന്ന ആ കൂട്ടായ്മയിൽ അല്ലെങ്കിൽ ആ ക്ലബിൽ 150 കോടിയുടെ സ്ഥലം കാണും, 200 കോടിയുടെ കെട്ടിടം കാണും, ഹെലികോപ്റ്റർ കാണും, ഹെലിപ്പാഡ് കാണും, പക്ഷേ കർത്താവിന്റെ രക്തശരീരങ്ങൾ കാണത്തില്ല. അപ്പൊ കർത്താവിന്റെ രക്തശരീരങ്ങൾ ഉണ്ടോ എന്ന് നോക്കുക. നിങ്ങൾക്ക് അവിടെ ഡിസ്കോത്തെ കാണും, അവിടെ DJ പാർട്ടി കാണും, അവിടെ നൈറ്റ് ക്ലബിന് സമാനമായ പ്രകാശ സംവിധാനങ്ങൾ കാണും, നൃത്തം ചെയ്യുന്ന ലൈറ്റുകൾ കാണും, ഒക്കെ കാണും. പക്ഷേ ഒരു സുറിയാനിക്കാരനോട് വന്നിട്ടുണ്ട്. നമ്മുടെ സുറിയാനിക്കാരൻ വന്നു. അപ്പം
നിങ്ങൾ അതാദ്യം മനസ്സിലാക്കണം. യഥാർത്ഥ സഭ, അപ്പൊ യഥാർത്ഥ സഭയിൽ കർത്താവിന്റെ രക്തശരീരങ്ങളുണ്ട്. അപ്പൊ കർത്താവിന്റെ രക്തശരീരം ഉണ്ടോ എന്ന് നിങ്ങൾ ടെസ്റ്റ് ചെയ്യുക. ഇന്ന് ലേറ്റ് ആയെങ്കിൽ നാളെ രാവിലെ തന്നെ നിങ്ങൾ പോകുന്ന ക്ലബിന്റെ മുഖ്യ ചുമതലക്കാരനെ, പാസ്റ്റർ എന്ന് വിളിക്കുന്ന ആളാണ് പാസ്റ്റർ, മിനിസ്റ്റർ ആണ് മിനിസ്റ്റർ, ഓവർസിയർ, സൂപ്രണ്ട് ആരും ആയിക്കൊള്ളട്ടെ, അവരെ ഫോൺ ചെയ്തിട്ട് ചോദിക്കണം, പാസ്റ്റർ നമ്മുടെ സഭയിൽ കർത്താവിന്റെ രക്തശരീരം ഉണ്ടോ? ഇല്ല എന്നാ പറയുന്നെങ്കിൽ പറയണം, സോറി പാസ്റ്റർ, കർത്താവിന്റെ രക്തശരീരം ഉള്ളിടത്തോട്ട് ഞാൻ പോവാ. ധൈര്യമായ തീരുമാനമെടുക്കും. ഇങ്ങോട്ട് പോകാൻ അത്ര ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നല്ലോ, തിരിച്ചു പോകാൻ ബുദ്ധിമുട്ട്, സ്വന്തം വീട്ടിലോട്ട് പോകാൻ മടി. ഇന്നലെ എന്നെ വിളിച്ച ഒരാൾ പറഞ്ഞു, പാസ്റ്ററേ ഒരു വല്ലാത്ത മടിയാ, സംഗതി എല്ലാം സത്യമാണെന്ന് മനസ്സിലായി. ആ മടിയാണ് ഇവർ ക്യാഷ് ചെയ്യുന്നത്. നിന്റെ മടി അവർക്ക് ക്യാഷാണ്. അതുകൊണ്ട് ഇനി എന്റെ മടി അവർക്ക് ക്യാഷ് ആകത്തില്ല, എന്റെ മടി മാറ്റി ഞാൻ പോകും. നിങ്ങൾ ചിന്തിക്കേ, നിങ്ങളുടെ സഭയിൽ കർത്താവിന്റെ രക്തശരീരമുണ്ടോ? രക്തശരീരങ്ങളില്ലെങ്കിൽ അത് സഭയല്ല. പാപമോചനം ഉണ്ടോ? പാപമോചന അധികാരം, പാപമോചനം ഇല്ലെങ്കിൽ അത് സഭയല്ല. കാരണം കർത്താവ് സ്ഥാപിച്ച സഭ അതാണ്. ഇപ്പൊ പാപമോചന അധികാരവും പൗരോഹിത്യവും അപ്പോസ്തലിക പിന്തുടർച്ചയും കർത്താവിന്റെ രക്തശരീരങ്ങളുമുള്ള യഥാർത്ഥ സഭയിൽ അംഗങ്ങളായിരിക്കാൻ, ആ യഥാർത്ഥ സഭയിലെ അംഗങ്ങളായിരിക്കാൻ വലിയൊരു ഭാഗ്യം നിങ്ങൾക്ക് തരട്ടെ. അത് ഈ പുതിയ വർഷം, ഈ 2020 അതിലേക്ക്, ആ ഒരു വലിയ ഭാഗ്യത്തിലേക്ക് നിങ്ങൾ നടത്തപ്പെടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുന്നു, അങ്ങനെ ഞാൻ ആശംസിക്കുന്നു. വസിക്കും പുണ്യനിധേ പരിശുദ്ധ വീണ്ട കഷ്ടത വീഴ്ചിന്തയുമടിയ. നമ്മുടെ സുഭാഷ് കുമാർ മണിയൻ വന്നിരിക്കുക. Somebody please help him. He is our dear friend. നമ്മുടെ പ്രിയ സ്നേഹിതനാണ് നമ്മുടെ സുഭാഷ് കുമാർ മണിയൻ. നമ്മുടെ ഈ ലൈവ് പ്രോഗ്രാമിനെ ഏറ്റവും സജീവമാക്കി നിർത്താൻ കോൺട്രിബ്യൂഷൻ ചെയ്യുന്ന നമ്മുടെ സുഭാഷാണ്. സുഭാഷ് കുമാർ മണിയന്റെ കമന്റ് നിങ്ങൾ നോക്കുക. വളരെ ആത്മാർത്ഥതയുള്ള, വിശ്വസ്തതയുള്ള ഒരു മനുഷ്യനാണ്. പക്ഷെ അദ്ദേഹത്തിന് ലിമിറ്റഡ് അണ്ടർസ്റ്റാൻഡിങ് ആണ്. അതുകൊണ്ടാണ് ഐ ലവ് ഹിം. എനിക്ക് അദ്ദേഹത്തെ അറിയാവുന്നതാണ്. അപ്പം അദ്ദേഹം വളരെ ആവേശത്തിലാണ്. എന്നെ ചീത്തയൊക്കെ വിളിക്കുന്നുണ്ട്, ഞാനൊന്നും പ്രതികരിക്കാറൊന്നുമില്ല. ബിക്കോസ് ഐ ലവ് ഹിം. എനിക്കറിയാം അവർക്കതേ മനസ്സിലാവുന്നുള്ളൂ സുഭാഷിനെ സംബന്ധിച്ച്. അപ്പൊ സുഭാഷ് ഇപ്പൊ ചോദിച്ചിരിക്കുന്നുണ്ടോ രക്തവും ശരീരവും? കാരണം അദ്ദേഹം കേട്ടിട്ടില്ല. അദ്ദേഹം പെന്റക്കോസ്റ്റലാണ് ചെറുപ്പം, അത് കേട്ടിട്ടില്ല. അപ്പൊ നിങ്ങളിൽ ആർക്കെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ ഹെൽപ്പ് ചെയ്യുക. അദ്ദേഹത്തെ മനസ്സിലാക്കുക എന്താണ് രക്തശരീരം. അദ്ദേഹത്തെ സ്വീകരിക്കാൻ നമ്മുടെ സജിത്ത് ബ്രദർ കത്തോലിക്ക സഭയുടെ മുഴുവൻ സ്നേഹ വായ്പോടെ കൈനീട്ടി നിൽക്കുകയാണ്. സുഭാഷ് കുമാർ മണിയൻ, യു ക്യാൻ ജോയിൻ ടു ദ ഒറിജിനൽ ട്രൂ അപ്പോസ്തലിക് ചർച്ച്. അല്ല, ഇവിടെ ഡോറുകൾ ആരും അടച്ചു വെച്ചിട്ടൊന്നുമില്ല. ഇറ്റ് ഈസ് ഓപ്പൺ, ഇറ്റ് ഈസ് വൈഡ് ഓപ്പൺ. നൗ ത്രൂ ഗ്രേസ് കമ്മ്യൂണിറ്റി എനിവൺ ക്യാൻ ജോയിൻ ബാക്ക് ടു കാത്തലിക് ചർച്ച്. കാത്തലിക് ചർച്ചിൽ നിന്ന് പൊഴിഞ്ഞു പോയിട്ടുള്ളവർ തിരിച്ച് നിങ്ങളുടെ പള്ളികളിലേക്ക് കയറാൻ എന്തെങ്കിലും വൈക്ലഭ്യമോ വൈമുഖ്യമോ എന്തെങ്കിലും തടസ്സമോ ഉണ്ടെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല. ഗ്രേസ് കമ്മ്യൂണിറ്റി ഈസ് ദയർ ടു ഹെൽപ്പ് യു. നിങ്ങൾ ജസ്റ്റ് ഗ്രേസ് കമ്മ്യൂണിറ്റിയെ കോൺടാക്ട് ചെയ്യുക. സജിത്ത് ബ്രദറിനെ തന്നെ കോൺടാക്ട് ചെയ്യണമെന്നില്ല. അവരുടെ ആ പേജിൽ ചെന്ന് ഒരു കോൺടാക്ട് ഇട്ടാൽ മതി. അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്ക് ആ കാത്തലിക് ഫെലോഷിപ്പിലേക്ക്, ആ കമ്മ്യൂണിയനിലേക്ക്, ആ കർത്താവിന്റെ തിരുശരീര രക്തങ്ങളുടെ അനുഭവത്തിലേക്ക്, ആ തിരുസഭയുടെ ആ സകല നന്മകളും എല്ലാ സൗഭാഗ്യങ്ങളും നിറഞ്ഞു മുടിചൂടി നിൽക്കുന്ന ആ പരിശുദ്ധ സഭയുടെ അനുഗ്രഹപ്രദമായിരിക്കുന്ന ആ ഭാഗഭാഗിത്വത്തിലേക്ക് എത്തിച്ചേരുവാൻ ഗ്രേസ് കമ്മ്യൂണിറ്റി നിങ്ങളെ ഹെൽപ്പ് ചെയ്യും.
ദാറ്റ്സ് ഇറ്റ്. അതുകൊണ്ട് നിങ്ങൾ സുഭാഷ് കുമാർ മണിയനെ പാവം ചോദിക്കുന്നുണ്ട് രക്തവും ശരീരം, അത് കേട്ടിട്ടില്ല. അതുകൊണ്ടാണ് വി ലവ് യു ഓൾ, നിങ്ങളെല്ലാം ഞങ്ങൾ സ്നേഹിക്കുന്നു. പക്ഷേ ഈ കർത്താവിന്റെ നാമം നിങ്ങളുടെ ഒരു ഉപജീവനത്തിന് നിങ്ങൾക്ക് ഉപയോഗിക്കുന്നു എങ്കിൽ, അല്ലെങ്കിൽ സ്വകാര്യ സ്വത്ത് സമ്പാദനത്തിനോ അങ്ങനെ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഉദാഹരണം വെച്ചാണെങ്കിൽ നിങ്ങൾ ആ ആൽച്ചുവട്ടിൽ നാണയം ചവിട്ടിപ്പിടിച്ചു നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ നിൽക്കും. കാരണം ആളുകൾ പിരിഞ്ഞു കഴിയുമ്പോൾ നിനക്കൊരു വെള്ളി രൂപ കിട്ടും, ചന്തിക്ക് 2 അടിയും കിട്ടും. കാരണം അന്ന് ഞങ്ങളുടെ കുറിയാക്കോ സാറിന്റെ ക്ലാസ്സിലോട്ടാണ് ഇവൻ ലേറ്റ് ആയി കയറി വന്നത്. 2 എണ്ണം സാറ് കൊടുത്തു. 2 എണ്ണം കിട്ടിയാൽ വെള്ളി രൂപ പറഞ്ഞ പോക്കറ്റ് വന്നില്ല. അങ്ങനെയാണെങ്കിൽ അങ്ങനെ നിങ്ങൾ ചവിട്ടിപ്പിടിച്ച് നിൽക്കുകയാണെങ്കിൽ ചവിട്ടിപ്പിടിച്ച് നിൽക്കുക. നിങ്ങളോട് എനിക്കൊന്നും പറയാനില്ല. ഞാനൊന്നും ചവിട്ടിപ്പിടിച്ച് നിൽപ്പില്ലാതെ ഞാനിഞ്ഞു പോകും. സംഗതി വരണി ഞങ്ങൾക്ക് ഹാബീലിൻ കുഞ്ഞാടും നോഹിനുമേ കാഴ്ചയതും അബ്രഹാം തൻ ബലിയും കൈക്കൊണ്ട കർത്താവേ, നോമ്പും പ്രാർത്ഥനയും കൈക്കൊണ്ട് അൻപാലടിയാരെ കാക്കുക. മോചനമതിനായി പാപികളെ വരുവിൻ. താങ്ക് യു ഫോർ വാച്ചിങ്. മേ ഗോഡ് ബ്ലെസ് യു.